രാവിലെ ഇസ്രയേലിൽ യമൻ്റെ ഇപ്പോഴത്തെ കിഴക്കൻ തെക്കൻ യമൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ യമൻ അതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഹൂതീസ് അവരുടെ വീണ്ടും ഒരു മിസൈൽ വന്നു. ആ മിസൈൽ വന്നു എന്ന് പറയുന്നത് വലിയ വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തയല്ല. ഇപ്പം എലാറ്റ് തുറമുഖം, റെഡ് സീയിലെ ഇസ്രയേലിൻ്റെ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹൂത്തികളുടെ ആക്രമണം നിരന്തരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഏതാണ്ട് 200-ൽ പരം ആക്രമണങ്ങൾ നടന്നു. അവസാനം ടെൽ അവീവിന് സമീപം ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡ്രോൺ അറ്റാക്ക്, ഒരു ഡ്രോൺ വന്ന് വീഴുന്നു, അതിലൊരാൾ കൊല്ലപ്പെടുന്നു, ഒരു ഹോട്ടലിന് സമീപം ഹോട്ടലിന് നാശനഷ്ടം ഉണ്ടാകുന്നു, കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ജൂലൈയിൽ. അതിനുശേഷം ഇസ്രയേൽ നടത്തിയ തിരിച്ചടി എന്ന് പറയുന്നത് അന്ന് നമ്മളൊരു ലൈവ് ചെയ്തതാണ്. അതിൽ ഹൊഡൈഡ തുറമുഖം അതിൻ്റെ ഏതാണ്ട് 30 മുതൽ 50% വരെയുള്ള സംഭരണ ശേഷി പൂർണ്ണമായി നശിപ്പിച്ചു. ഈവൻ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 17-ൽ പരം ഫൈറ്റർ ജെറ്റുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതും ഇതേ കണക്ക് ഇടയ്ക്ക് മിഡ് എയറിൽ വെച്ച് റീഫ്യൂലിംഗ് ഒക്കെ നടത്തിയാണ് ഇസ്രയേലി വിമാനങ്ങൾ ഹൊഡൈഡ തുറമുഖം ആക്രമിച്ചത്. അവരാക്രമിക്കുന്നു, തിരിച്ചു വരുന്നു. ഹൊഡൈഡ തുറമുഖത്തിൻ്റെ ഒരു വൻ നാശനഷ്ടമായിരുന്നു. അവരെ പല റിപ്പോർട്ടുകളും അനുസരിച്ച് ഏതാണ്ട് 33-ലധികം ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ ടാങ്കേഴ്സ് അവർ തകർക്കുകയുണ്ടായി. ഓയിൽ ശേഖരിക്കാനും മറ്റുള്ളിടത്തേക്ക് വിതരണം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ടാങ്കേഴ്സാണ്. അതുകൊണ്ടാണ് അത്ര വലിയൊരു തീപിടുത്തം അവിടെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഹൂത്തീസ് അധികം ജൂലൈ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് അധികം ബഹളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 1-2 വീണ്ടും റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു അറ്റാക്ക് അല്പം ഫെയിറ്റിലാവുകയും ചെയ്തു. എന്നിരുന്നാലും ഇസ്രയേലിനെതിരെ അവർ മിസൈലുകൾ ഇങ്ങനെ തൊടുത്തു വിടുന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇന്നലെ അതിരാവിലെ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാജക്ടറി ഇങ്ങനെ പോയിട്ട് തിരിച്ച് എയറിലേക്ക് വരലാണ്. ആദ്യം സാധാരണ ക്രൂസ് മിസൈൽ പോലെയല്ല, ബാലിസ്റ്റിക് മിസൈൽ. അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ റീ എൻട്രി ആ സമയത്താണ് ശരിക്കും ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് 1-ലധികം തവണ ഈ അയൺ ഡോം ഫെസിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ 3 ലെവലിലുള്ള ഫെസിലിറ്റിയാണ്, ഡിഫൻസ് ഫെസിലിറ്റിയാണ് ഇസ്രായേലിനുള്ളത്. എല്ലാം തന്നെ ഈ വരുന്ന മിസൈലിനെ അടിച്ചിടാനായിട്ടുള്ള ഷോർട്ട് റേഞ്ച്, മിഡിൽ റേഞ്ച്, ലോങ് റേഞ്ച് എന്നുള്ള രീതിയിലുള്ള ഒരു, അതായത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴാനായിട്ട് ഒരുങ്ങുന്ന അതിൻ്റെ റീ എൻട്രി ഇൻ ടു ദ എയർ ആ ഒരു ഘട്ടത്തിൽ വെച്ച് ഇതിനെ ഇവർ ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പലതവണ 1-ലധികം തവണ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് റോക്കറ്റ് തൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ ഈ സംഗതി ഇൻ്റർസെപ്ഷൻ പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. എയറിൽ തന്നെ അതിനെ ധൂളിയാക്കാൻ സാധിച്ചില്ല. പക്ഷേ അത് എവിടെയൊക്കെയോ അതിന് നാശനഷ്ടം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ശരിക്കും തറയിൽ കൃത്യമായിട്ട് വന്ന് വീണ് എക്സ്പ്ലോഡ് ചെയ്ത് അത്ര വലിയൊരു ബിഗ് ക്രേറ്റർ അവിടെ ഉണ്ടാക്കി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറേ ഭാഗങ്ങൾ വീണിട്ടുണ്ട്. അവിടെ സാമാന്യം നല്ല ഒരു എന്താണ്, നമ്മുടെ ബെൻഗൂറിയൻ എയർപോർട്ടിന് ഏതാനും ഒരു 10-40 കിലോമീറ്റർ അകലെയാണ് ഇത് വന്ന് വീണിട്ടുള്ളത്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് ചെറിയ ഡാമേജ് ഉണ്ടായി. പിന്നെ പരിക്കുകൾ എന്ന് പറയാൻ ചിലർ പറയുന്നു നിസ്സാരമായ പരിക്ക് ആർക്കാണ്ട് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ചിലതിനകത്ത് ഒരു പരിക്കും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിച്ചതിൻ്റെ ഒരു സിംബോളിക് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് പിന്നെ മറികടക്കാനായിട്ട് ഹൂത്തീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യം ഒരു ഡ്രോൺ അയച്ചു. അത് അവർ വിചാരിച്ചു, അവർക്ക് സംശയാസ്പദമായിട്ട് തോന്നിയാണ് ഡ്രോണിൻ്റെ കാര്യത്തിൽ അവരത് കണ്ടിട്ടും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ അത് തകർന്നു വീഴുകയായിരുന്നു. ഇതും പല പീസുകളായിട്ടാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വീണ്ടെടുത്തല്ല, ഒരു തറയിലാണ് വീണിട്ടുള്ളത്. ആ ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതൊരു സിംബോളിക് വിക്ടറിയാണ് എന്നുള്ളതാണ് ഹൂത്തീസ്
അവരുടെ അവകാശവാദം അങ്ങനെയാണ്. ഇസ്രയേലിലാണെങ്കിൽ ഈ ബോംബ് വീണ സമയത്ത് ഷട്ടൽ കയറാനായിട്ടുള്ള എയർ റെയ്ഡിൻ്റെ അലാമൊക്കെ മുഴങ്ങി ആളുകളെല്ലാം വളരെ പരിഭ്രാന്തരായി. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർമാത്ത്, ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് വലിയ വില തന്നെ ഇതിന് നൽകേണ്ടി വരും എന്ന്. അപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഫ്രാഗ്മെൻറ്റഡ് മോഡിൽ ഒരു വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ ആളപായമൊന്നും ഇല്ലാതെ വന്ന് പതിക്കുമ്പോൾ അതിന് ഇത്ര വലിയ കനത്ത വില കൊടുക്കും എന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം കഴിഞ്ഞ അറ്റാക്കിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ അറ്റാക്കിലും 200ഓളം, അന്ന് ഗാലന്റ് പറഞ്ഞ 200 തവണ അവർ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഒരു ഇസ്രയേലി പൗരൻ കൊല്ലപ്പെട്ടു, 8-9 പേർക്ക് പരിക്ക് പറ്റി. അതായത് 2024 ജൂലൈയിലെ അറ്റാക്കാണ്. അപ്പോൾ അതിന് റെസ്പോൺസ് എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് വളരെ അതിശക്തമായ ഒരു. പക്ഷേ ഈ ഒക്ടോബർ 7 ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ യമന് നേരെ ഉണ്ടായിട്ടുള്ള ഇസ്രയേലി അറ്റാക്ക്, അതാണ് ഏറ്റവും സക്സസ്ഫുൾ എന്ന് പറയാൻ കഴിയുന്നത്. കാര്യം യമനിൻ്റെ ഹൂത്തീസിന് നേരെ അതിനു മുന്നേ തന്നെ അമേരിക്കയുടെയും UK-യുടെയും ഫ്രാൻസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒന്നിലധികം തവണ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, നിരവധി തവണ എന്ന് തന്നെ പറയാം. പക്ഷേ അതിനേക്കാളെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്, അറ്റാക്കിൻ്റെ ഒരു വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഹൊഡൈഡ തുറമുഖത്തെ ഇസ്രയേൽ ആക്രമിച്ചതാണ്. അത്രയും ദൂരം പറന്നുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ മിസൈൽ വന്ന് വീണു എന്നുള്ളത് ഇസ്രയേൽ ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ മിസൈൽ വീഴുന്നതിന് തൊട്ട് മുന്നേ തന്നെ പലതരം ഇത്തരത്തിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇസ്രയേലിലേക്കും അവരുടെ എല്ലാ തുറമുഖത്തിലേക്കും, റെഡ് സീലുള്ള തുറമുഖത്തിലേക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരൊരേ സമയം ഹമാസുമായിട്ട് ഗാസയിലും ഹിസ്ബുള്ളയായിട്ട് ലെബനൻ ബോർഡറിലും പിന്നെ സിറിയയിലും ഇപ്പോൾ അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് 4ാമത്തെ ഒരു ലെവൽ എന്ന നിലയിലാണ് ഇസ്രയേൽ ഈ ഹൂത്തീസിൽ നിന്ന് വരുന്ന മിസൈലുകളെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അയൺ ഡോം ഡിഫൻസിൽ ഒരു ക്രാക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അയൺ ഡോം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് അന്തരീക്ഷത്തിൽ വരുമ്പോൾ അതിനെ കണ്ടെത്തുന്നു, ട്രേസ് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് മനുഷ്യസഹജമായ പിഴവുകളെല്ലാം, ഇത് ഈ മനുഷ്യസഹജമായ പിഴവെന്നായിരുന്നു കഴിഞ്ഞ ജൂലൈയിലെ ഡ്രോൺ അടിച്ചിടാൻ കഴിയാത്തതിന് ഇസ്രയേൽ പറഞ്ഞത്. അങ്ങനെ വരാം, മനുഷ്യസഹജമായ പിഴവുകൾ കൊണ്ട് ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കാം. 2, ചിലപ്പോൾ ട്രേസ് ചെയ്യാൻ കഴിയാതെ, കാണാതെ അല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ 2 ഘട്ടത്തിലും ഡിറ്റക്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ഡ്രോണിൻ്റെ കാര്യത്തിൽ ഇസ്രയേലിന് സംഭവിച്ചത് ഒരു ഹ്യൂമൻ എറർ എന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ കാര്യത്തിൽ ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള 2 ശ്രമങ്ങൾ, 2-2-ലധികമോ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പല പല പീസുകളായിട്ടത് വന്ന് വീണു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇസ്രയേലിൻ്റെ മധ്യഭാഗത്ത് സ്ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഹൂത്തീസ് ഒരു വലിയൊരു വിജയമായിട്ടാണ് ഉദ്ഘോഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അങ്ങനെ ഒരു വിജയമാണോ എന്നൊരു ചോദ്യം. ഒന്ന്, ഈ ഡ്രോൺ അയൺ ഡോം എന്താ പറയുക, അതിനകത്ത് ക്രാക്സ് ആണോ? നമ്മൾ ലോങ് ഹിസ്റ്ററി, ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നോക്കല്ല, ലോങ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയൺ ഡോമിൽ ഒരുപാട് ക്രാക്സ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ആയിരക്കണക്കിന്, അതായത് ആയിരക്കണക്കിന് റോക്കറ്റുകൾ, എണ്ണത്തിൽ കൂടുതൽ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് അവർ ലോഞ്ച് ചെയ്യുകയായിരുന്നു. ആയിരക്കണക്കിന് റോക്കറ്റുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് ഓരോ റോക്കറ്റിനും ഇങ്ങനെ തിരിച്ച് ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള ഇവിടുന്ന് കൗണ്ടർ ആയിട്ട് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും അത് ഓവർവെൽംഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൂടുമ്പോൾ കുറേ എണ്ണം എവിടെയെങ്കിലുമൊക്കെ കണ്ണ് വട്ടിച്ചോ അല്ലെങ്കിൽ അതിലൂടെ നൂന്നിറങ്ങി വരും. അത് ഇനി ഏത് ഡിഫൻസായാലും, ഏത് ഡിഫൻസ് എവിടെ ഒതുക്കിയാലും ഈ ആൻറ്റി മിസൈൽ ഡിഫൻസിൽ ഒരു പരിമിതമായ എണ്ണത്തിനപ്പുറം പോകണം. അല്ലെന്നുണ്ടെങ്കിൽ പല സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം ചുറ്റും വെച്ചുകൊണ്ട്, അല്ല ഇലക്ട്രോണിക്കലി ഓട്ടോമേറ്റഡ് റെസ്പോൺസ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ വരുമ്പോഴായിരിക്കും ഇപ്പോൾ ഈ ലേസർ ബീമിൻ്റെ ഒരു ടെക്നോളജി അവർ കുറഞ്ഞ ചിലവിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ, അയൺ ബീം എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഒരുപക്ഷെ അത് വന്നാലും അതിനകത്ത് ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതും
ഈ നമ്പർ കൂടിക്കഴിഞ്ഞാൽ കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ ചെന്ന് വീഴാമെന്നുള്ളതും അതാണ് ഈ ഹിസ്ബുള്ളയും ഹമാസും ശ്രമിക്കുന്നത്. നമ്പർ കൂട്ടി ഇതിനെ ഈ ഡോമിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ്. ലെബനനിലെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഏറ്റവും അടുത്തിടെ അവർ നടത്താൻ ഉദ്ദേശിച്ച ഒരു വലിയ ആക്രമണത്തിന് അവർ 8000 റോക്കറ്റ്സ് ആൻഡ് മിസൈൽസ് ആണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന കൗണ്ടർ അറ്റാക്ക് നടത്തി അത് 300-ൽ ഒതുക്കുകയും ആ 300 വലിയ ആളപായമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ ഗൊലാൻ ഹൈറ്റ്സിനും ആ ഭാഗങ്ങളിലെല്ലാം വന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ അതും ഈ ഒരു വലിയ യുദ്ധം ലെബനനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധം ഉടൻ ഒഴിവാക്കിയത് ഇസ്രായേലിൻ്റെ ഡിഫൻസും പ്രോആക്റ്റീവായിട്ടുള്ള അറ്റാക്കും ഡിഫൻസും രണ്ടും കൂടെ ചേർത്താണ്. ആക്ച്വലി നമ്മളിവിടുന്ന് ഒരു വാർത്ത വായിക്കുന്നതൊക്കെ എങ്ങനെയാണ് ഒരു 8000 മിസൈൽ അല്ലെ 8000 റോക്കറ്റ് ഒരു കുഞ്ഞു രാജ്യത്തിനെതിരെ, അത് വലിയൊരു രാജ്യമൊന്നുമില്ല. ഇപ്പോൾ റഷ്യയിലേക്ക് 8000 മിസൈൽ അയക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അല്ലെ റോക്കറ്റ് അയക്കുക എന്ന് പറയുമ്പോൾ ആനവായിൽ അമ്പഴങ്ങ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇസ്രായേൽ വളരെ വളരെ ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിന് നേരെയാണ് ഈ 8000 മിസൈൽ അയക്കാനായിട്ട് അയൽ രാജ്യം തൊട്ടടുത്ത ഇറാനൊക്കെ ആണെങ്കിൽ അത് സഞ്ചരിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കുമെന്ന് പറയാം. തൊട്ടടുത്ത് കാണുന്ന അയൽ രാജ്യത്തെ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് അവർ അതിജീവിക്കുന്നത് എങ്ങനെയാണ്, അത് എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ ഇന്റലിജൻസ് റിപ്പോർട്ട് ശേഖരിക്കുന്നു. റോക്കറ്റ് ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൈറ്റ്സ്, അത് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള സൈറ്റ്സ് എല്ലാം തന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നു. അതാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ സംഭവിച്ച കാര്യം ഇതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹൂത്തീസിൻ്റെ കാര്യത്തിൽ ഒരു മിസൈൽ വന്നത് ബാലിസ്റ്റിക് മിസൈലാണ്. എങ്ങനെയാണ് ഈ ഹൂത്തീസിന് ബാലിസ്റ്റിക് മിസൈൽ വരുന്നത്? അവർ ആക്ച്വലി അങ്ങനെ ഒരു ആയുധ ഭീമന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആർമിയൊന്നും അല്ല. പക്ഷേ ലെബനൻ്റെ സിവിൽ വാറിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്കനും വടക്കൻ ലെബനുമായിട്ടുള്ള യുദ്ധത്തിൽ കോൾഡ് വാറിലെ 2 പാർട്ടികളുടെ കൂടെയായിരുന്നു ഇവർ നിലയുറപ്പിച്ചിരുന്നത്. അങ്ങനെ വന്നപ്പം ഈ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ഈ സ്കഡ് മിസൈൽ ഉൾപ്പെടെയുള്ള സംഗതികൾ യമനിൽ 70-കളിൽ തന്നെ ലഭ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ ഹൂത്തീസായിട്ട് മാറിയിട്ട് ഈ തെക്കൻ തെക്കൻ യമൻ്റെ ഒരു ഭാഗം ഈ ഹൂത്തീസ് പസാന, അതുപോലെ തന്നെ ഈ ഹൊഡൈഡ തുറമുഖം, റെഡ് സീയിലേക്കുള്ള ആക്സസ്, ഇതൊക്കെ അവരുടെ കയ്യിലാണല്ലോ. അപ്പം അതിനുശേഷം അവർക്ക് പല രീതിയിൽ, ഒന്ന് ഈ കോൾഡ് വാർ സമയത്തെ ഉണ്ടായിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള മിസൈലിൻ്റെ ശേഖരങ്ങൾ പലതും ഇവർ ഈ സിവിൽ വാറിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുകയും പിടിച്ചെടുക്കുകയാണ് പ്രധാനമായിട്ടും. പിന്നെ ഈ റെഡ് സീ ആയിട്ട് അടുത്ത് പോകുന്ന അതുകൊണ്ട് തന്നെ ഇവർ ഈ ആയുധം കള്ളക്കടത്ത് നടത്തുന്നത് അതല്ലാതെ തന്നെ ആയുധങ്ങൾ വരുന്ന വലിയ ഷിപ്മെൻറ്റ്സ് ഒക്കെ പലതും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരു ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തീസിന് അസംബിൾഡ് അല്ലാത്ത അതിൻ്റെ പാർട്സ് മിസൈലുകളൊക്കെ ആണെങ്കിൽ അത് പല ഈ കണ്ടെയ്നർ ഷിപ്പുകളിൽ അവർക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അടുത്തിടെയാണ് ഈ 2022 വരെ അവർ 2015 മുതൽ ഒരു 22 വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സൗദിയും ബഹ്റൈൻ, UAE, കുവൈറ്റ് ആ ഒരു സഖ്യത്തിനെതിരെയുള്ള യുദ്ധം, സൗദിക്കെതിരെയുള്ള യുദ്ധത്തിൽ സൗദിയുടെ ഒരുപാട് ഷിപ്പ് കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ആയുധങ്ങൾ പല ലോട്ടുകൾ ഇവർ പലയിടത്ത് വെച്ചും പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും വെടിവെച്ചിട്ടിട്ടുണ്ട്. സൗദി പലതും അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, സൗദി സഖ്യസേന. അപ്പോൾ അങ്ങനെ അവരിൽ ആയുധങ്ങളുണ്ട്. അപ്പോൾ 3-4 വഴിക്ക് ഈ ഹൂത്തീസിൻ്റെ ആയുധമുണ്ട്. ഒന്ന് സിവിൽ വാറിൻ്റെ റെമനൻസ് ആയിട്ട്, ഉദാഹരണമായിട്ട് അവർ പിടിച്ചെടുത്ത ആയുധങ്ങളൊക്കെ അവർ പലപ്പോഴും ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ലൈക്ക് ഇൻ അഫ്ഗാനിസ്ഥാനിൽ പലപ്പോഴും US അവിടുന്ന് വിട്ടുപോയപ്പോൾ അവർ ഇട്ടുപോയിട്ടുള്ള ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് താലിബാൻ നടത്തിയിട്ടുള്ള യാത്രകളൊക്കെ ഓർമ്മയുണ്ടാവും. ഡെമോൺസ്ട്രേഷൻ, പ്രദർശന യാത്രകൾ. അപ്പോൾ അത് തന്നെയാണ് ഇവർ ഹൂത്തീസിൻ്റെ പ്രധാനപ്പെട്ട ഡേയ്സിലൊക്കെ, ആഘോഷ ദിവസങ്ങളിലൊക്കെ അവർ കാണിക്കുന്ന മിസൈലുകളും ആയുധങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ലോകത്തിൻ്റെ, അമേരിക്കയുടെ ഉണ്ട്, റഷ്യയുടെ ഉണ്ട്, ഇറാൻ്റെ ഉണ്ട്, സൗദിയുടെ ഉണ്ട്. മിക്കവാറും വലിയ വലിയ ആയുധങ്ങളെല്ലാം ഇവർ പല രീതിയിൽ, ഒന്ന് കള്ളക്കടത്തിലൂടെ പിടിച്ചെടുത്തത്, ഒന്ന് കൊള്ളയടിച്ചത്, ഒന്ന് ശീതയുദ്ധ കാലഘട്ടത്തിൽ കിട്ടിയത്, പിന്നെ ഒന്ന് സൗദിയായിട്ടുള്ള യുദ്ധകാലഘട്ടത്തിൽ പിടിച്ചെടുത്തത്, മറ്റൊന്ന് ഇറാൻ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇറാൻ സപ്ലൈ ചെയ്യുന്നതാണ് ശരിക്കും ഇപ്പോൾ അവരുടെ ഒരു ബേസ് എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ആയുധങ്ങളെല്ലാം ഉണ്ട്.
സിവിൽ വാറിൻ്റെ കാലഘട്ടത്തെയുള്ള ഒരു യുദ്ധ സംസ്കാരം അവർക്കുണ്ട്. അപ്പം പിന്നെ ഇവർക്ക് എന്താണ് ഈ മോറൽസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൂടെ റെഡ് സീയുടെ അടുത്തൂടെ പോകുന്ന തങ്ങളുടെ രാജ്യത്തിന് അടുത്തൂടെ പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു രാജ്യം ചെയ്യുന്നത്, രാജ്യമല്ല ചെയ്യുന്നത്, ഈ ഹൂത്തീസ് എന്ന് പറയുന്ന ഇതാണ്. അതിലൂടെ ഒരു കപ്പലും പോവില്ല, അതിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാവും, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ നല്ലൊരു ശതമാനം പോകും. അപ്പോൾ എന്താണ് ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ് സംഭവിക്കുന്നത്? ഈ റെഡ് സീയുടെ അടുപ്പിച്ച ഒരു പോർട്ടും തീരവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന യമൻ എന്നൊരു രാജ്യത്തിന് ദുഷ്പേരുണ്ടാവുകയും ഈ രാജ്യത്തിൻ്റെ സാധ്യതകൾ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ തീരത്തോടടുത്തൂടെ പോകുന്ന കപ്പലുകളെ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും കമേഴ്സ്യൽ അവരെ കൊള്ളയടിക്കുകയും അവരിലെ ബന്ദികളാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യാതൊരുവിധ ഈ ഒരു ഹമാസ് ലൈക്ക് എന്ന് പറയാം, ഹമാസിനേക്കാൾ ഇക്കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഹമാസിന് ചില സ്റ്റേക്സ് എങ്കിലും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള പരമ്പരാഗതമായ ശത്രുത, ജൂതവിരോധം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. ഇവർ ആയിരക്കണക്കിന് 12,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവരുടെ. എന്നിട്ട് അവർ ഇതിനകത്ത് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ടാണ് ഈ കാണുന്ന മാലോകർ, അതായത് മറ്റു കപ്പലുകൾ, നോർവേയുടെ കപ്പൽ, ബ്രിട്ടൻ്റെ കപ്പൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പൽ, ഇറാൻ്റെ, ഇന്ത്യയുടെ കപ്പൽ, ഇവരെയൊക്കെ ആക്രമിക്കുക, നശിപ്പിക്കുക, ചുമ്മാതെ ഡ്രോൺ അങ്ങ് തൊടുത്തുവിടുകയാണ്. ഇത് സെയിം ഇതൊരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൂത്തീസിനെ ലോകത്തെ ഒരു ആർക്കും അപലപിക്കാൻ പറ്റില്ല, ഹമാസിനെ അപലപിക്കാൻ പറ്റാത്തതുപോലെ. നോക്കൂ, ഹമാസ് 11 ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നു. അത് കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണെന്ന് വെച്ചാൽ കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണ്. അവിടുത്തെ ജനത ആരെ, കുട്ടിയായിരിക്കുമോ, സൈനികനായിരിക്കുമോ, സ്ത്രീ ആയിരിക്കുമോ, കുഞ്ഞായിരിക്കുമോ, ഒന്നും നോക്കുന്നില്ല. ഒരു കുഞ്ഞു രാജ്യത്തിൻ്റെ മേളിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിടുകയാണ്. നോക്കൂ, ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ് ഇതാരും തന്നെ അപലപിക്കുകയോ കണ്ടെന്ന് നടിക്കുകയോ ചെയ്യുന്നില്ല, അതങ്ങനെ വിടുന്നു. കളക്റ്റീവ് പണിഷ്മെൻറ്റ്. ഇത് ഇസ്രായേൽ അങ്ങോട്ട് ബോംബിടുന്നത് പോലെയാണ് ഇവിടെ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വർഷിക്കുന്നത്. ഇസ്രായേൽ സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നത് ഈ റോക്കറ്റുകളിൽ പലതും ഇൻ്റർസെപ്റ്റ് ചെയ്തു. പിന്നെ ഈ റോക്കറ്റുകൾ പലതും ഗാസയിൽ തന്നെ വീണു പോവുകയാണ്. കാര്യം അതിൻ്റെ മേക്കിംഗ് ഇത് സെയിം ഇത് തന്നെയാണ് ഹിസ്ബുള്ള നടത്തുന്നത്. ഹിസ്ബുള്ള അവിടുന്ന് റോക്കറ്റുകൾ, അവരെ 1,00,000-ഓളം റോക്കറ്റുകളുണ്ടെന്ന് പറയുന്നു, അവരെ മിസൈലുകളുണ്ട്. അവരിത് വാരി എല്ലാം കൂടെ ഇസ്രായേലിലേക്ക് വിടുകയാണ്. ഇസ്രായേൽ ചെയ്ത് എന്താണ്, അവിടെയുള്ള ജനങ്ങളെ, വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ ജനങ്ങളെ എല്ലാം മാറ്റി പാർപ്പിക്കുന്നു, ബാക്കിയുള്ളതിനെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ യുദ്ധം ഇല്ലാതെ പോകുന്നു. അപ്പോൾ ആക്ച്വലി ഇസ്രായേൽ എപ്പോഴും വാർ സിറ്റുവേഷനിലാണ് മിക്കവാറും എല്ലാ സമയത്തും ഉള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേൽ തുടങ്ങിയ ഒരു വാറല്ല, എല്ലാം ഡിഫെൻസീവ് വാറാണ്. ഇസ്രായേൽ ഇൻ്റർസെപ്റ്റ് ചെയ്യും, ഇൻ്റർസെപ്റ്റ് ചെയ്യാതെ വീണ് കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അങ്ങനെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും വരുന്നത്. ഈ ഹൂത്തീസ് കുറേ റോക്കറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. മിക്കവാറും എല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ ഫെയിലായി. 1-2 എണ്ണം ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഉടനെ അവർ വിജയാഹ്ലാദം ഒക്കെ പറയും. പക്ഷേ ഹൂത്തീസിനെതിരെയുള്ള അപലപനം, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒരു സംഗതി, നമ്മൾ ഒരു പ്രകടനം അല്ലെങ്കിൽ അതെങ്ങും കാണാനില്ല. എല്ലാവരും ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിന് എന്തെങ്കിലും കുഴപ്പം വരികയാണ്. ഇപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് തിരിച്ച് യമന് ചെയ്യാൻ പോകുന്നു എന്നിരിക്കട്ടെ, ചെയ്തേക്കാനുള്ള സാധ്യത വലിയ തോതിലുണ്ട്. ഹൊഡൈഡ പോലെ വേറെ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള അവർക്കൊരു പ്രാക്ടീസ് പോലെയാണ്. കാരണം ഇപ്പോൾ ഇറാനിലൊക്കെ പോയി നടത്താൻ ഇടയുള്ള പോകുന്നുണ്ട്. ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ നേടുന്നതിൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയുധങ്ങൾ നേടുന്നതിന് വളരെ അടുത്തെത്തിയെങ്കിൽ ഇപ്പോൾ ഇറാനിലൊക്കെ നടക്കാനിടയുള്ള ആക്രമണം അല്ലെങ്കിൽ നടത്താനിടയുള്ള ആക്രമണത്തിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായിട്ടാണ് ഫൈറ്റർ പ്ലെയിൻ ഉൾപ്പെടെയുള്ള എങ്ങനെ ക്യാരി ചെയ്യണം, മിഡ് എയർ ഇല്ലെങ്ങനെ റീഫ്യൂൽ, അല്ലെങ്കിൽ തിരിച്ചു വരൽ, എയർ ടു എയർ മിസൈല്, എയർ ടു സർഫസ് മിസൈല്, ഇതൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, ഇതിനൊക്കെ ഒരു പ്രാക്ടീസ് സെഷൻ പോലാണ് IDF ഇതിനെ കാണുന്നത്. അപ്പം അവർ ആക്രമണം നടത്തായിരിക്കും. ഈ ആക്രമണം നടത്തുമ്പോൾ, അന്ന് ആക്രമണം നടത്തിയപ്പോൾ ഏതാണ്ട് 9 പേരോളം കൊല്ലപ്പെട്ടു, 9 മനുഷ്യർ കൊല്ലപ്പെടുകയും ഇത്രയും വലിയ നാശനഷ്ടമുണ്ട്. പക്ഷെ അത് അന്ന് ഇസ്രായേലിനെതിരെ വൻ പ്രകടനമാണ് ഈ എന്താ പറയുക, ഈ സനയിലും ഹൂത്തീസിൻ്റെ നേതൃത്വം ഭീകരമായ പ്രകടനമാണ്. 10,000 പങ്കെടുത്ത പ്രകടനം. പക്ഷെ തിരിച്ച് ഇസ്രായേലിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൽ ആരെങ്കിലും കൊല്ലപ്പെടുത്തുമ്പോൾ അവർ ഗവൺമെൻറ്റിനെതിരെയാണ് ചൂടുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല? വേണമെങ്കിൽ ഇസ്രായേലി ഗവൺമെൻറ്റിനെതിരെ അവർ പ്രകടനം നടത്തും. അപ്പോൾ യമനിൽ നടക്കുന്ന പ്രകടനം ഇസ്രായേലിനെതിരെ, ഇസ്രായേലിൽ നടക്കുന്ന പ്രകടനവും ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനെതിരെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു വളരെ രസകരമായ അവസ്ഥ. പക്ഷേ ഇത് ഏതാണ്ട് എക്കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തെയും അവരുടെ തിരിച്ചടിക്കാനുള്ള ശേഷിയൊന്നും
ഇത് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നെതന്യാഹുവിനെതിരെ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഒരു രീതിയിലും ഫലം കാണുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പോലെ അല്ല അവിടെ ഒരു നേഷൻ എന്ന നിലയിൽ അവരുടെ ഒരു റെസിലിയൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. മഹാഭൂരിപക്ഷം ആളുകളും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സൈനിക നടപടിയെയും IDF-ൻ്റെ നീക്കങ്ങളെയും ഹമാസിനെതിരെയുള്ള യുദ്ധം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള അവരെ കോമ്പിങ് ഓപ്പറേഷൻ അതൊക്കെ അവർ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. ലെബനെതിരെയുള്ള നീക്കങ്ങളും അംഗീകരിക്കുകയാണ്. പിന്നെ ഹൂത്തീസിനെ തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിലും ഭൂരിപക്ഷം വരുന്ന ഇസ്രായേലികളും ഇസ്രായേലി ഗവൺമെൻറ് കൂടെയാണ്. പക്ഷേ അവർ ഒരു പ്രകടനം നടത്തുന്നില്ല. യുദ്ധാനുകൂല പ്രകടനങ്ങളൊന്നും ഇസ്രായേലിൽ നടക്കുന്നില്ല. അതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ യുദ്ധവിരുദ്ധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലി ഗവൺമെൻറ് നെതന്യാഹു പോകണം എന്നൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് വലിയ തോതിൽ ഡിസ്പ്ലേഡ് ആണ്, വലിയ തോതിൽ വിസിബിൾ ആണ്. പക്ഷേ അവരോട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്ത് ലെബനനിൽ എന്താ സംഭവിക്കുന്നത്? ലെബനിൽ ആരെങ്കിലും ഈ നോക്കൂ, ലെബനനെ ത്രട്ടൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ഹിസ്ബുള്ള. അവരുടെ ഹിസ്ബുള്ള കാരണം ലെബനൻ നശിക്കാൻ സാധ്യതയുണ്ട്. ഗാലൻ്റ് ഒരിക്കൽ പറഞ്ഞതുപോലെ ശിലായുഗത്തിലേക്ക് ലെബനനെ ബോംബ് ചെയ്ത് തകർത്ത് പറഞ്ഞുവിടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഗാലൻ്റ് പറഞ്ഞത് ഓർക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്തുകൊണ്ടാണ് ലെബനന് ഇങ്ങനെ ഒരു ഗതി വരുന്നതെന്ന് വെച്ചാൽ ലെബനൻ്റെ തെക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷിയ മിലിറ്റൻസ് ആണ്. അവരാണ് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഗവൺമെൻറ് പാരലൈസ്ഡ് ആണ്, അവർക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ മിസൈൽസും ബോംബ്സും ഒക്കെ ഇസ്രായേൽ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ തകരുന്നത് എന്ന് പറയുന്നത് ലെബനൻ്റെ ദേശീയ സ്വത്താണ് തകരുന്നത്. അവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ മിലിറ്റൻസ് ആണ് എല്ലാം ചെയ്യുന്നത്. ഈ ഗാസയിലും അത് തന്നെയാണ്. അവിടെ ഒരു മിലിറ്റൻസ് ആണ് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങളാണ് സഫർ ചെയ്യുന്നത്. യമനിലും ഇതേ പ്രശ്നമാണുള്ളത്. ഇപ്പോൾ ഹൂത്തീസിനെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഹൊഡൈഡ തുറമുഖം ജൂലൈയിൽ ഇസ്രായേൽ തകർത്തു നല്ലൊരു ഭാഗം. ബാക്കി കുറേ അവിടുത്തെ കപ്പലുകൾക്കോ അങ്ങനെയൊക്കെയുള്ള കുറേ ഫെസിലിറ്റീസ് അവിടെ ഇൻടാക്റ്റ് ആണ്. പക്ഷേ നല്ല രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി വൻതോതിൽ ഭയങ്കര നഷ്ടമാണ് അവർക്കുണ്ടായത്. അതിൻ്റെ ഒരു കണക്ക് ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞിരുന്നു. ഈ ഫൈറ്റർ ജെറ്റ്സ് ഇത്രയും ദൂരം പറന്ന് അവിടെ ചെന്ന് ബോംബിട്ടതിന്, മിസൈൽ ഇട്ടതിന് ഇസ്രായേലിനുണ്ടായ കോസ്റ്റിനേക്കാൾ വളരെ കൂടിയ നഷ്ടമാണ് ശരിക്കും ഈ ഹൂത്തീസിനുണ്ടായത്, അല്ലെന്നുണ്ടെങ്കിൽ യമനുണ്ടായത്. പക്ഷേ യമൻ്റെ ഒരു സ്വത്ത്, ഒരു ഹൊഡൈഡ തുറമുഖം എന്നൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമായ തുറമുഖമാണ്. ആ തുറമുഖം തകരുമ്പം ഈ ഹൂത്തീസിനെതിരെയുള്ള അറ്റാക്ക് ആണെങ്കിലും ശരിക്കും സഫർ ചെയ്യുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഇപ്പോൾ രാജ്യം ഡിവൈഡഡ് ആണ്, സിവിൽ വാർ ഫ്രാക്ചേർഡ് ആണ്, കറക്റ്റാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവർക്കിപ്പോൾ ഒരു തുറമുഖം തകർന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ല നഷ്ടവും ഉണ്ടാവണം എന്നില്ല, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. അവരെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ സൈനികരെ നശിപ്പിക്കണം, അല്ലെ സൈനിക സോക്കോൾഡ് ടെററിസ്റ്റുകളെ നശിപ്പിക്കണം. അപ്പോൾ ആ ടെററിസ്റ്റുകൾ ഇപ്പോൾ നോക്കൂ, ഇത് സെയിം തന്നെയാണ് ഗാസയിൽ. അവിടെ ഈ ടെററിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ കെട്ടിടങ്ങളും അവിടുത്തെ റെസിഡൻസും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ആശുപത്രികളും ഒക്കെ അതിൻ്റെ റിസീവിങ് എൻഡിലാവുകയാണ്. ഇത് തന്നെയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഈ ഇസ്രയേൽ നടത്തുന്ന എല്ലാ തിരിച്ചടിക്കും ഒരു ഹ്യൂമൻ കാഷ്വാലിറ്റിയുടെ ഒരു നീണ്ട ലിസ്റ്റും ഒരു കൊളാട്രൽ ഡാമേജിൻ്റെ ഒരു നീണ്ട ലിസ്റ്റും ഉണ്ടാവുകയും പുറത്തുനിന്ന് യുദ്ധം കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തിരിച്ചടി കാണുന്ന ആൾക്ക് ഇസ്രയേൽ ആണല്ലോ ഇത് ഭീകരമായി ചെയ്യുന്നത് എന്നുള്ള, അവർക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇസ്രയേലിൻ്റെ നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ കണ്ടില്ലേ, ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടം, ഇത്രേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. ഇത് എന്താണ് ഇതിൻ്റെ പുറകിൽ, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കൺകെട്ട് വിദ്യ പോലെയാണ് ഈ കാര്യങ്ങൾ നടക്കുക. ഇനി ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ അതായത് ഹൈപ്പർസോണിക് ആണെന്നാണ് പറയുന്നത്. സോണിക് എന്ന് പറഞ്ഞാൽ സോണോ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്നാണ് അർത്ഥം. സൂപ്പർ സോണിക് എന്ന് പറയും. സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗത കൂടിയ എന്തിനേയും സൂപ്പർ സോണിക് എന്നാണ് പറയുക. ഹൈപ്പർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടിയ മാക് നമ്പറുള്ള ഒരു വേഗത എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇപ്പം 1285 അങ്ങോട്ടാണ്, അത്രയും കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ ശബ്ദത്തിൻ്റെ വേഗത. പക്ഷേ അത് 20 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചറിലാണ്. അതായത് ഈ എയറിൻ്റെ ഡെൻസിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ മർദ്ദമൊക്കെ അനുസരിച്ചാണ്
ഈ വേഗത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ല, എല്ലാ ഡെൻസിറ്റിയിലും എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഒന്നും ഒരേ വേഗതയല്ല. അപ്പോൾ ഒരു ശരാശരി വേഗതയായിട്ടാണ് ഈ 1285 അങ്ങനെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പം അതാണ് അതിലും വേഗത്തിൽ പറക്കുന്ന എല്ലാം തന്നെ സ്വാഭാവികമായിട്ടും സൂപ്പർ സോണിക്കാണ്. ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മാക് നമ്പർ ഒരുപാട് കൂടിയ 5 ഇരട്ടി 6 ഇരട്ടി. ഇപ്പം മിക്കവാറുമുള്ള ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാ ബാലിസ്റ്റിക് മിസൈലും സൂപ്പർസോണിക് ആണ്. അതായത് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗത, 5 ഇരട്ടി വേഗത, 7 ഇരട്ടി വേഗത, 9 ഇരട്ടി വേഗത. ഇപ്പോൾ 7 ഇരട്ടി 9 ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ ലോകം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഐ മീൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് എൻഡിലുള്ള സംഗതികൾ. അപ്പം ഒരു ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് ആണ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യമല്ല. പിന്നെ ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെ ഹൂത്തീസിൻ്റെ വന്നു എന്ന് പറയുന്നതും അതിൻ്റെ റൂട്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ഇതിന് മുന്നേ അവർ വിട്ടിട്ടുണ്ടാകാം, അതൊന്നും തന്നെ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് വരുന്നത് ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഇവർക്കിത് അടിച്ചിടാൻ കഴിയാതിരുന്നത് എന്നുള്ളതിന് ഈ ഹൂത്തീസ് പറയുന്ന ഒരു കാര്യം, ഇത് ഹൈപ്പർസോണിക് ആയതുകൊണ്ടാണ് ഇസ്രയേലിന് അത് പൂർണ്ണമായിട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. ഇവിടെ ഒരു പ്രശ്നം പല അനലിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ കയ്യിൽ ഇത്രയും വേഗതയുള്ള ഒരു മിസൈൽ ഉണ്ട്. ഇപ്പം ഒരു മിസൈൽ ഇങ്ങോട്ട് വരുമ്പം അത് എയറിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഹിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം അതിൻ്റെ വേഗതയായിട്ട് വളരെ ഇതായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ എത്ര സമയം കിട്ടും എന്നുള്ളത് അതിൻ്റെ വേഗത അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേഗതയെക്കുറിച്ചൊരു കാൽക്കുലേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാവും. 1 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ പലപ്പോഴും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഒരെണ്ണം ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അടുത്തത് വെച്ച് നോക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വേഗതയുള്ള ഒരു സംഗതി ഇവരിലുണ്ട് എന്നുള്ളത് ഇസ്രയേൽ കണക്ക് കൂട്ടാവുന്നതാണോ എന്നറിയില്ല. ഇസ്രയേലിനെ IDF-നെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഭയങ്കര കോംപ്ലസൻസി എന്ന് പറയുന്ന ഒരു സംഗതി ഭയങ്കരമായിട്ട് അവരെ ഒക്ടോബർ 7 ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിലും എന്താണ് ഈ എതിരാളികളെ പലപ്പോഴും അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി നമുക്ക് ഒക്ടോബർ 7 എന്തായാലും അന്നത്തെ മാസക്കറൊക്കെ കാണുന്ന നമുക്കറിയാൻ കഴിയും. ആ ഒരു ഇത്രയും വലിയ ഒരു അതിർത്തിയിൽ അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നൊക്കെ നമ്മുടെ BSF എന്നൊക്കെ പറയാവുന്ന പട്ടാളക്കാർ എത്താൻ എത്രയോ മണിക്കൂറുകൾ എടുത്തതാണ്. അതൊരു കൊച്ചു സ്ഥലമാണ്, അത് വലിയൊരു ഇന്ത്യ പാക് അതിർത്തി പോലെയൊന്നും അല്ല, ഇത്രയും ചെറിയൊരു സ്ഥലത്ത് പോലും. അപ്പം അങ്ങനെ ഒരു അണ്ടർമൈൻ ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി ഇസ്രായേലിന് പൊതുവിൽ കാണുന്നുണ്ട്. പക്ഷെ അപ്പം ഇറാനെതിരെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് അവർ എല്ലാവരും വെല്ലുവിളിക്കുമെങ്കിലും അവർ ഒരു യുദ്ധമല്ല ഒരു സമയം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും ഈ പറഞ്ഞ ടു മെനി അയൺസ് ഇൻ ദ ഫയർ എന്നുള്ള അവസ്ഥയല്ലേ. അപ്പം ഈ തീയിൽ ഒരുപാട് ഇരുമ്പുണ്ട്, അപ്പോൾ ഏതൊക്കെ എടുത്ത് അടിച്ച് അപ്പം അതുകൊണ്ട് എല്ലാം ശരിയാക്കി കിട്ടുക എന്നുള്ള ഈ മൾട്ടിപ്പിൾ വാറിലേക്ക് ഇസ്രയേലിനെ നയിച്ച്, ഇസ്രയേലിനെ തളർത്തി, ഇസ്രയേലിനെ ബ്ലീഡ് ചെയ്യിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇസ്ലാമിക ശക്തികൾ അനുവർത്തിക്കുന്ന നയം. നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു മിസൈലിൻ്റെ കാര്യത്തിലും ഇത്രയൊക്കെ ഉള്ളൂ. അതൊരു സിംബോളിക്കായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാനേ കഴിയുള്ളൂ. നിരന്തരം ഇങ്ങനെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ 2000 കിലോമീറ്റർ 2040 കിലോമീറ്റർ 11 മിനിറ്റ് കൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. 11.5 മിനിറ്റ്. അപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയും അതൊരു ഹൈപ്പർസോണിക് ആണ് ബേസിക്കലി. പക്ഷേ ഇതിനെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഇനിയും ഒരുപക്ഷെ ഇങ്ങനെയുള്ള 1 2 ഒക്കെ വരികയാണെങ്കിൽ ഇസ്രയേലിന് ദേ ക്യാൻ ബി കോഷ്യസ് ഇനഫ്, ദേ ക്യാൻ ഡീൽ വിത്ത് ദാറ്റ്. പക്ഷേ ഇതിനൊരു തിരിച്ചടി സാധാരണ ഇതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പൊതുവിൽ അങ്ങനെ തന്നെയാണ് ഇസ്രയേൽ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു ചുണ്ടക്ക വഴുതനങ്ങ എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. ഇപ്പോൾ ഇന്നലെ ഈ അറ്റാക്ക് നടന്നത്, ഇറാൻ ബാക്ക്ഡ് ഹൂത്തീസ് സ്ട്രൈക്ക് ഇസ്രയേൽ വിത്ത് എ ബാലിസ്റ്റിക് മിസൈൽ ഫോർ ദ ഫസ്റ്റ് ടൈം. ബാലിസ്റ്റിക് മിസൈൽ വെച്ച് ആദ്യം വന്ന ഡ്രോൺ ആയിരുന്നു, ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലാണ്. 2040 കിലോമീറ്റർ 11.5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ മിസൈൽ വന്ന് വീണിട്ടുള്ളത്. Nobody was reported hurt. Air raid siren had sounded in Tel Aviv and across the central Israel moments before the impact
at around 6:35 a.m., sending residents running for shelter. Loud booms were heard. See, ഇത് നോർമലി ഒരു ബാലിസ്റ്റിക് മിസൈൽ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇറാൻ്റെ നോക്കുക. ഇറാൻ എത്ര ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടത് ഒരേ സമയം. അതിനെയെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രയേലും ഇസ്രയേലിൻ്റെ സഖ്യകക്ഷികളും ഒക്കെ ചേർന്ന് ഒരെണ്ണം എങ്ങാണ്ട് അവിടെ വന്ന് വീണ് ഒരു ഷാർപ്പനിൽ കയറി ഒരു കുട്ടിക്ക് പരിക്കേറ്റി ഒരു കുട്ടി മരിച്ചു. അതല്ലാതെ അത് കുറച്ചുകൂടെ ദൂരം വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസൈലിന് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവരൊന്നായിരിക്കില്ല വിട്ടിട്ടുള്ളത്, ഇറാൻ്റെ മിസൈൽ തന്നെയാണ്. മാത്രമല്ല മിസൈലിൻ്റെ ഈ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് വീണ സ്ഥലം അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലസ്തീൻ്റെ കളേഴ്സ്, ഒരു സാധാരണ ഈ കഫിയ എന്നൊക്കെ പറയുന്ന അത് അതിനകത്ത് പാലസ്തീൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇസ്രായേൽ വൗസ് ഹെവി പ്രൈസ് ഫോർ ഹൂത്തി മിസൈൽ അറ്റാക്ക്. നെതന്യാഹു വളരെ ശക്തമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. So Houthis claimed the operation used a new type of hypersonic missile which may help explain the failure. അതായത് എന്തുകൊണ്ടാണോ ഇത് പരാജയപ്പെട്ടത് പൂർണ്ണമായിട്ടും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ കാരണം ഹൈപ്പർസോണിക് ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് കോസിങ് സം ഡാമേജ് എന്ന് എഴുതിയിട്ടുള്ളൂ. ആൻഡ് ഇൻ ഓപ്പൺ ഗ്രൗണ്ട് നിയർ ഇസ്രയേൽസ് മെയിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ബെൻഗൂറിയൻ എയർപോർട്ടിന് അടുത്തുള്ള ഓൺ ഔട്ട്സ്കേർട്സ് ഓഫ് ടെൽ അവീവ്. ഇതാണ് BBC-യുടെ റിപ്പോർട്ട്. അപ്പോൾ പുള്ളി പറയുന്നത്, whoever needs a reminder of that is invited to visit Hodeida port. ഇസ്രായേൽ എന്താണ് തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ദയവായി ഹൊഡൈഡ പോർട്ട് സന്ദർശിക്കൂ എന്നാണ് നെതന്യാഹു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എനിവൺ ഹു അറ്റാക്സ് us will not escape from our arms. ഞങ്ങളെ ആക്രമിക്കുന്ന ആരും തന്നെ ഞങ്ങളുടെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. Hamas is already learning this in our determined action that will lead to its destruction and release of all our hostages. ഹമാസിന് ഓൾറെഡി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ നാശത്തിലേക്കും അതോടൊപ്പം തന്നെ ഹോസ്റ്റേജസിൻ്റെ റിലീസിലേക്കും മോചനത്തിലേക്കും നയിക്കും എന്നാണ് പറയുന്നത്. ഇത് അന്ന് ഇസ്രായേൽ സ്ട്രൈക്ക് ഔട്ട് ദി ടാർഗറ്റ്സ് ഇൻ യമൻ ഇൻ റെസ്പോണ്ട് ടു ടെൽ അവീവ് അറ്റാക്ക്. ഇത് ജൂലൈയിലെ ആക്രമണമാണ്. ജൂലൈയിലെ ആക്രമണത്തിന് ഒരു ഡ്രോൺ വന്ന് വീണപ്പം അവരന്ന് നടത്തിയ ഒരു പ്രതികരണം അത് വളരെ ഭീകരമായിരുന്നു. സത്യത്തിൽ ഹൂത്തീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. A number of military targets were hit in the port city of Hodeida in western Yemen, Houthi stronghold, the Israel army said. And അന്ന് ഗാലന്റ് പറഞ്ഞൊരു കാര്യമാണ്, the Houthis attacked us over 200 times. The first time that they harmed an Israeli citizen, we struck them. 200-ലധികം തവണ ഞങ്ങളെ അവർ അറ്റാക്ക് ചെയ്തു. ആദ്യമായിട്ടൊരു ഇസ്രായേലി പൗരനെ, അന്ന് ഒരാൾ മരിച്ചല്ലോ ജൂലൈയിൽ 2020. അപ്പോൾ ഞങ്ങൾ തിരിച്ചടിച്ചു. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ്, ആൻഡ് വി വിൽ ഡു ദിസ് ഇൻ എനി പ്ലേസ് വേർ ഇറ്റ് മേ ബി റിക്വയർഡ്. ലോകത്ത് എവിടെ ഇതേ രീതിയിലുള്ള ഒരു പ്രതികരണം ആവശ്യമാണെങ്കിലും ചെയ്തിരിക്കും എന്നാണ് അന്ന് ഗാലന്റ് പറഞ്ഞത്. ആൻഡ് ഇതന്ന് ഹൊഡൈഡ തുറമുഖം അതിൻ്റെ ഈ ആക്രമണത്തിന് മുന്നും അതിന് ശേഷമുള്ള അവസ്ഥയാണ്. നോക്കൂ, ഓയിൽ ടാങ്കർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ് ഈ കാണുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കണ്ട ഈ കാണുന്നത്. ഇതിലെ 33 ടാങ്കേഴ്സാണ്, സ്റ്റോറേജ് ടാങ്കേഴ്സാണ് തകർത്തത്. ഈ കറുത്ത പുകയും വൻ തീപിടുത്തവും ആക്ച്വലി ദിവസങ്ങൾ നീണ്ടു നിന്നു എന്നുള്ളതാണ്. ജൂലൈ 23, 2024 ഇതൊരു ഡ്രോൺ ഇങ്ങോട്ട് അയച്ചതിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലം വൈകാതെ അറിയാൻ കഴിയും. ഇവർക്ക് എങ്ങനെയാണ് ആയുധങ്ങൾ കിട്ടിയത് ഹൂത്തീസിന് നോക്കുകയാണെങ്കിൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവരുടെ സിവിൽ വാർ ഡ്യൂറിങ് ദ കോൾഡ് വാർ യമൻ വാസ് ഡിവൈഡഡ് ഇൻടു നോർത്ത് ആൻഡ് സൗത്ത് വിത്ത് ഈച്ച് സൈഡ് റിസീവിങ് മിലിറ്ററി എയ്ഡ് ഫ്രം കോമ്പീറ്റിംഗ് സൂപ്പർ പവേഴ്സ്. അന്ന് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതകാലഘട്ടത്തിൽ യമനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. നോർത്തും സൗത്തും രണ്ട് ഭാഗത്തു നിന്നുള്ള യുദ്ധമായിരുന്നു.
Yemeni government first began acquiring Scud missiles from Soviet Union in 1970s. Over the years, various ballistic and surface-to-air missiles found their way into Yemen's military stockpiles, including those from North Korea, Iran, ironically from Saudi Arabia, and United States. 1970-കളിൽ സോവിയറ്റ് യൂണിയൻ്റെ സ്കഡ് മിസൈൽ തൊട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് കിട്ടും. ദക്ഷിണ ഉത്തര യമൻ തമ്മിലായിരുന്നു ഈ യുദ്ധം. അപ്പോൾ രണ്ട് കൂട്ടരിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, നോർത്ത് കൊറിയ, ഇറാൻ ആൻഡ് സൗദി അറേബ്യയിൽ നിന്നും പോലും ഇവർക്ക് ആയുധങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് മറ്റൊന്ന് ഇറാനിൽ നിന്നാണ്. ടാക്ടിക്കലി ഇറാൻ ആയുധങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഹൂതീസിനെ ട്രെയിൻ ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഇതിൻ്റെ കാരണം ഒന്ന് മതപരമാണ്, രണ്ടും ഷിയ ഗ്രൂപ്പുകളാണ്. ഷിയ ഗ്രൂപ്പുകളായതുകൊണ്ടാണ് സൗദി അറേബ്യ, സുന്നികളായിട്ടുള്ള സൗദി അറേബ്യ, UAE ഒക്കെ അവരെ അറ്റാക്ക് ചെയ്തത്. മറ്റത് സ്പോയിൽസ് ഓഫ് വാർ. സ്പോയിൽസ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ സൗദിയായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതുള്ളതാണ്. സൗദി ലെഡ് കോയലേഷൻ ഫോം ടു സപ്പോർട്ട് യമൻസ് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ഹാഡ് ഇൻഅഡ്വർട്ടൻ്റ്ലി സപ്ലൈഡ് ഹൂതീസ് വിത്ത് വെപ്പൺസ് ത്രൂ ആക്സിഡന്റ് ആൻഡ് ലോസസ് ഇൻ ബാറ്റിൽ. സൗദിയും കൂട്ടരും എങ്ങനെയാണ് ഇവർക്ക് വെപ്പൺസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിഡൻറ്റും നഷ്ടം, അവരുടെ കയ്യിൽ നിന്ന് പോയത്, അവരിൽ നിന്ന് പിടിച്ചെടുത്തത്, അപകടം, അങ്ങനെ അവരെ കൊണ്ടുവന്ന ഒരുപാട് ആയുധങ്ങൾ ഹൂത്തീസ് പിടിച്ചെടുത്തു. Houthi forces have seized rocket launchers, anti-tank missiles and equipment from Saudi forces or their allies. ഇവരിൽ നിന്നൊക്കെ ആൻറ്റി ടാങ്ക് മിസൈൽസും റോക്കറ്റ് ലോഞ്ചേഴ്സും ഒക്കെ ഒരുപാട് ഇവർ പിടിച്ചെടുത്തു. സൗദിക്ക് ഭയങ്കര നഷ്ടമാണ്. സൗദി കൂടുതലും അമേരിക്കൻ ആയുധങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തത്. അപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ. ഉദാഹരണമായിട്ട് 2015 സൗദി കോalition എയർ ഡ്രോപ്പ് മിസ്സാപ്പ് റിസൾട്ടഡ് ഇൻ ഹൗതീസ് ക്യാപ്ചറിങ് എ ഷിപ്മെന്റ് ഓഫ് RPG-26 വേരിയൻസ്. The rebels wasted no time in showcasing their spoils, with the Houthi leader holding a thank you note addressed to Saudi King Salman. ഇവരുടെ ഒരു ഷിപ്മെൻറ്റ് RPG റിസൾട്ടഡ് ഇൻ എയർ ഡ്രോപ്പ്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇടുന്നതാണ്. ഒരു ആയുധ ശേഖരമാണ്. അത് അവർ പിടിച്ചെടുത്തിട്ട് അവരത് പ്രദർശിപ്പിച്ചു. എന്നിട്ട് സൗദി കിങ് സൽമാന് ഒരു താങ്ക് യു ഇവിടെ ഒരു ബോർഡും വെച്ചാണ് അവരത് പ്രദർശിപ്പിച്ചത്. സോ ദീസ് ആർ ദ 3 ways ദേ ഗെറ്റ് ഹൂത്തീസ് ആയുധങ്ങൾ. അപ്പോൾ ആയുധങ്ങൾ കുറച്ച് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത്. നമ്മുടെ ഹമാസിന് എങ്ങനെയാണോ ആയുധങ്ങൾ കിട്ടുന്നത് ഏതാണ്ട് അതേപോലെയൊക്കെയാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ. ഇനി ഈ ഹൈപ്പർസോണിക് എന്നുള്ള സംഗതി നോക്കൂ. റേഷ്യോ മാക് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. മാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണസ്റ്റ് മാക് എന്ന് പറഞ്ഞാൽ ലേറ്റ് 19th century physicist who studied gas dynamics. The Mach number m allows us to define the flight regimes in which the compressibility affects. ഇതിൻ്റെ സ്പീഡ് നോക്കുകയാണ് മാക് 5.0. സബ്സോണിക് ഇതിൻ്റെ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ താഴെ ഉള്ളതാണ്, 1 താഴെ, അതായത് 1235, 85 അല്ല, 1235 താഴെയാണ്. ട്രാൻസോണിക് 1, സൂപ്പർസോണിക് 1 മേളിൽ, അതായത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ മേൽ. ഹൈപ്പർസോണിക് മാക് 5 മേളിലായിരിക്കും, അതായത് ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗതയിൽ പോകുന്ന സംഗതികളാണ്. ഇത് ഓരോ പാസഞ്ചർ പ്ലെയിനും ഫൈറ്റർ ജെറ്റ്സും ഒക്കെ പോകും. അതോടൊപ്പം തന്നെ മിസൈലുകൾ ഇപ്പോൾ 7, 9 ഒക്കെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ. മാക് 9. ഇത് ഇവരുടെ ഇസ്രയേലിൻ്റെ 3-tier മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഞാനിത് ഇവിടെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ ഈസ് എ പ്രൊട്ടക്റ്റഡ് മൾട്ടി ലെയർ ഡിഫൻസ് അറേ വിച്ച് ഇൻക്ലൂഡ്സ് Arrow 2, Arrow 3, David Sling and Iron Dome ആക്റ്റീവ് ഡിഫൻസ് സിസ്റ്റംസ്. നോക്കൂ, ഇത് ഈ ഇടതുവശത്ത് നോക്കുക. ഷോർട്ട് റേഞ്ച് റോക്കറ്റ്സ്, അത് അടുത്തത്. ഇപ്പോൾ ഗാസയിൽ നിന്നൊക്കെ വരുന്നതാണ് ഷോർട്ട് റേഞ്ച് റോക്കറ്റ്, അതിൽ ലെബനൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്നത്. ഈ മിഡ് റേഞ്ചിനാണ് ഡേവിഡ് സ്ലിങ്സ്, ലോങ് റേഞ്ചിന് Arrow 2, Arrow 3. ഇപ്പോൾ ഈ 3 ഇതെല്ലാം തന്നെ ഇവിടെ തൊടുത്തുവിടുകയാണ്. ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അയൺ ഡോമാണ്. കാര്യം അവർ അയൽ രാജ്യങ്ങളെല്ലാം ഇങ്ങോട്ടാണ് ശരിക്കും ആക്രമിക്കുന്നത്. അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഇനി എപ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും. അപ്പം ഇന്ന് ഞാനത് സംബന്ധിച്ചുള്ള കുറേ വാർത്തകൾ നോക്കിയപ്പോൾ ഈ ഹൊഡൈഡ തുറമുഖം യഥാർത്ഥത്തിൽ യമനെ സംബന്ധിച്ചുള്ള അവരുടെ ജീവനാഡിയാണ്.
യമനാണ് നഷ്ടമെങ്കിലും ഹൂത്തീസ് അത് വെച്ച് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവർ ഭയങ്കര ഒരു ഷിപ്മെൻറ്റ്സ് ഒക്കെ റിസീവ് ചെയ്യുന്നതിന് നല്ലൊരു സോഴ്സാണ്. ഇപ്പോൾ എങ്ങനെയാണോ ഈ ഈജിപ്തിലേക്കുള്ള ടണലുകൾ നിലനിർത്താനായിട്ട് ഹമാസ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, ഐ മീൻ ഈ ഫിലഡൽഫി കോറിഡോറിൽ, അതേപോലെയുള്ള ഒരു ജീവനാഡി എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് ഈ ഹൊഡൈഡ തുറമുഖം ഉൾപ്പെടെയുള്ള റെഡ് സീ പോർട്ടുകളൊക്കെ അവരെ യമൻ്റെ, അതായത് യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൂത്തീസാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതേപോലെയുള്ള പോർട്ടുകളിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മാസ്റ്റേഴ്സിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ മാസ്റ്റേഴ്സിനെ പ്ലീസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നോക്കാൻ ഭയങ്കര ഹമാസിനെ കൂടെ നിർത്തണമെങ്കിൽ ഇറാന് ഹമാസിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് ഈ ഹിസ്ബുള്ളയെ വലിച്ച് ഇട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് ഒരു പരിമിത യുദ്ധം എന്ന് പറഞ്ഞ് നീണ്ടെത്തുന്നത്. അപ്പോഴാണ് ഇസ്രായേൽ ഇതെല്ലാം ഇറാനാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവർ തിരിച്ചടിക്കുന്നത്. ഇതേ സമാനമായിട്ട് കാര്യമാണ് ഈ ഹൂത്തീസിന് ഐ മീൻ ഹമാസിനെ ബോധ്യപ്പെടുത്തുക, സുന്നി ലോകത്തുള്ള മിലിറ്റൻസിനെ എല്ലാം ബോധ്യപ്പെടുത്തുക, ഞങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഹൂത്തീസിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ ഇറാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങൾ പ്രതിരോധിക്കുന്നു. പിന്നെ ഈ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടെന്ന നിലയിൽ ഞങ്ങൾ ഹൂത്തീസിനെ കൊണ്ടടിക്കുന്നു, ഹമാസിനെ കൊണ്ടടിക്കുന്നു, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെ കൊണ്ടടിക്കുന്നു. അതിൽ ഹമാസിനെ വിട്ടേക്കും, ഹമാസ് ഒരു സുന്നി ഫോഴ്സാണ്. പക്ഷേ ഈ രണ്ട് ഷിയ ഫോഴ്സുകളാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരെ സഹായിക്കാനുള്ളത്. സൗദിയും UAEയും പിന്നെ ഇതേപോലെയുള്ള ആളുകളൊന്നും ഒന്നും ചെയ്യുന്നില്ല. വേറെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വരുത്തണം. അപ്പോൾ ആ ഒരു ലൂപ്പിൽ ഇറാൻ വീണിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ നിവർത്തില്ല, അവർ ആയുധങ്ങൾ വഴി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളെല്ലാം തന്നെ ഇറാനെതിരെയുള്ള നീക്കം ശക്തിപ്പെടുത്തും. അപ്പോൾ വീണ്ടും സംഘർഷം വരും, എസ്കലേഷൻ വരും, വീണ്ടും കുറഞ്ഞു വരും, വീണ്ടും എസ്കലേഷൻ വരും. അപ്പോൾ ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒരു എന്താ പറയുന്നത് ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗാസയിൽ ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു. ഒക്ടോബർ 7 ആകുമ്പോൾ 1 വർഷം ആവും. 1 വർഷം ആകുമ്പം അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്, അല്ലെ അതിനേക്കാൾ ഉപരിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷെ ഒരു കാര്യത്തിൽ ഹോസ്റ്റേജസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും 101 ഹോസ്റ്റേജസ് അല്ലെങ്കിൽ ബന്ദികൾ എവിടെ ഉണ്ട്, ഗാസയിലുണ്ട്. അതിൽ 70 പേരെങ്കിലും മിനിമം ജീവനോടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരെ കൊണ്ടുവരാനായിട്ട് ഈ അടുത്തിടെ ഇസ്രായേൽ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നതായിട്ട് കേട്ടിരുന്നു. അതിന് ഇതൊന്നുമില്ല. അതിങ്ങനെയായിരുന്നു, ഈ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾക്ക് ഗാസയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഫ്രീ പാസേജ്, നിങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോ, പക്ഷേ ഈ പറയുന്ന ഹോസ്റ്റേഴ്സിനെല്ലാം വിട്ടുതരണം. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല, ഇങ്ങനെ വാർത്തകളായിട്ട് ഇങ്ങനെ കിടന്ന് അടിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് സ്ഥിരീകരണമൊന്നുമില്ല. കാരണം ഇത് ഈ സമാധാന ചർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെ യാഹ്യ സിൻവർ തനിക്ക് വേണ്ടി തൻ്റെ ജീവൻ സംരക്ഷിക്കണം, ആ രീതിയിലെ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതായിട്ടൊരു ഈജിപ്ഷ്യൻ പ്രതിനിധി, ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഈജിപ്ഷ്യൻ പ്രതിനിധി പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, അല്ലെ അനുകൂലമായിട്ടോ എതിരെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സിൻവറിനെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ സിൻവർ എവിടെ നിന്നാണ് പ്രതികരിക്കുന്നതെന്ന് അറിയുകയും ഇപ്പോൾ ഇസ്രായേൽ സിൻവറിനെ ഡീൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ സ്ക്വാഡുകൾ എന്ന് പറയുമ്പോൾ പലരും പറയും ഈ മുഹമ്മദ് ദെയ്ഫിനെതിരെ 7 അറ്റാക്ക് ഉണ്ടായിട്ട് 8ാമത്തെ അറ്റാക്കിലാണ് പുള്ളി കൊല്ലപ്പെട്ടത്. അപ്പോൾ ദെയ്ഫിൻ്റെ കൂടെ കൊല്ലപ്പെട്ട ഒരു കമാൻഡർ അയച്ചൊരു കത്ത് പിന്നെ ഗാലൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് എത്ര ഭീകരമായ അവസ്ഥയിലാണ് തങ്ങൾ എന്ന് കമാൻഡേഴ്സ് അവരെ സുപ്പീരിയേഴ്സിന്, ഹമാസ് കമാൻഡേഴ്സ് അവരെ സുപ്പീരിയേഴ്സിനോട് നിലവിളിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആയുധങ്ങളില്ല, ആഹാരമില്ല, ഞങ്ങളുടെ റിസോഴ്സ് എല്ലാം തീരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കത്താണ്. ഇതൊക്കെ ഒപ്റ്റിക്സ് ആണോ റിയൽ ആണോ എന്നുള്ള കാര്യത്തിലൊന്നും, റിയൽ അല്ലെങ്കിൽ ഗാലൻ്റ് അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഉന്നയിക്കാം. യുദ്ധത്തിൽ ഇപ്പോൾ നമ്മൾ യുദ്ധത്തിൽ എപ്പോഴും ഫസ്റ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും സിൻവർ ഒരു ടാർഗറ്റായിട്ട് തന്നെ ഇസ്രയേൽ
എടുക്കുന്നുണ്ട്. പക്ഷെ സിൻവറിന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ സിൻവറിന് മുന്നിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയാവാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടോളൂ, ഫ്രീ പാസേജ് കൊടുക്കാം, ഫ്രീ എക്സിറ്റ് കൊടുക്കാം, ഹോസ്റ്റേഴ്സിനെ വിട്ട് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡബിൾ എന്താണ് പറയുന്നത്, ഒരു വലിയ വിക്ടറിയാണ്. കാരണം സിൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗാസയിൽ ഉള്ളത് കൊണ്ടാണ് അവരുടെ സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ. ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വന്ദനം എന്ന് പറയുന്ന സിനിമയിൽ ചുവന്ന വയറ് പച്ച വയറെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ സ്വന്തം ജനങ്ങളെയും ബന്ദികളെയും സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥ സിൻവറിന് സാധിക്കുന്നത് ഗാസയിൽ മാത്രമാണ്. ഈ ഗാസയിൽ നിന്ന് സിൻവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എവിടെ പോകും? ഖത്തർ അവരെ സ്വാധീനം ചെയ്യുന്ന ഒരു ഉറപ്പുമില്ല. ഇറാനിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറാനെ സിൻവറെ എത്ര നാൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും? പിന്നെ തുർക്കിയിലേക്ക് പോകണം. തുർക്കിയിലേക്ക് ഓക്കെ സേഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കമ്പാരിറ്റീവ്ലി. പക്ഷേ അവിടെ ചെന്നും ഈ സിൻവറെ വധിക്കാൻ മൊസാദ് ശ്രമിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പുറത്തു പോയാൽ കൂടുതൽ അപകടം ഹനിയയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അല്ലെ മിഷാലിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിക്കാൻ പോയതുപോലെ ഒട്ടും സേഫ് അല്ല. പിന്നെ സിൻവറിനെ ലോകത്തിൻ്റെ മുന്നിലും ഹമാസ് ഈ പാലസ്തീൻ ജനതയുടെ മുന്നിലും ഒരുപാട് ചെറുതാക്കി കാണുന്നതാണ്. കാര്യം സ്വന്തം ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്ന സിൻവർ. ഇത് സിൻവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ആദ്യമായിട്ടല്ല സിൻവർ ഈ സ്വന്തം തടി രക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ വെച്ചതായിട്ടുള്ള വാർത്ത വരുന്നത്. അത് ഒരു സോഴ്സും ഇല്ലാതെ അങ്ങനെ ഒരു വാർത്ത വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഹോസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം അടങ്ങിയ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നെതന്യാഹുവിനോ അല്ലെ ഇസ്രായേലി ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുകയും ചെയ്യും. പിന്നെ പുറത്തു പോകുന്ന സിൻവറെ ഒരു ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുത്താൽ മതി, ഗാസ ക്ലീൻ ചെയ്തെടുക്കുക. സിൻവർ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ സിൻവറെ കണ്ടെത്താനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഇസ്രായേലിന് എളുപ്പമാണ്. ഇത് സിൻവറിന് അറിയുകയും ചെയ്യാം, ഹമാസിനും അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് വഴങ്ങുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രാണഭയം എല്ലാവർക്കും ഉള്ളതാണ്. ഈ മതപറിയൊക്കെ ഈ പ്രാണഭയത്തിൻ്റെ മുന്നിൽ പല മനുഷ്യരുടെയും പോകും. അത്രക്കങ്ങും തല മരച്ചിരിക്കുന്നവർ മാത്രമേ തിരിച്ച് ചിന്തിക്കാറുള്ളൂ. എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഒരു സസ്പെക്റ്റായിട്ട് തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത് ചോദ്യങ്ങളിൽ. ഏതാണ് ശരി, US മോഡൽ സാമ്പത്തിക രീതിയാണോ അതോ ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ളവരേതാണ്? എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഒക്കെ പ്രതിശീർഷ വരുമാനം 2008 കഴിഞ്ഞു? അതായത് നിങ്ങളിപ്പോൾ സോഷ്യലിസ്റ്റ് ഓറിയൻറ്റേഷനാണ് കൂടുതൽ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വെൽഫെയർ ഓറിയൻറ്റേഷനാണ് കൂടുതൽ എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യനിലെ സമ്പദ് വ്യവസ്ഥയിലെല്ലാം തന്നെ ഒരു വിഷയമായിട്ട്. ഫ്രാൻസിൽ തന്നെ പെൻഷനേഴ്സ് നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പ്രതിഷേധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു. മാക്രോണൊക്കെ നടുങ്ങിപ്പോയി. അപ്പം സ്കാൻഡിനേവിയൻ നേഷൻസ് ആയാലും ഇപ്പം ബ്രിട്ടൻ പോലെയുള്ളതാണെങ്കിലും സാമ്പത്തിക വ്യവസ്ഥകൾ നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയുന്നത് അമേരിക്കയിൽ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് കൂടുതലും പറയുന്നത്. അവിടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ള എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്, പക്ഷേ അത് സർക്കാർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ ചെയ്യണം എന്നുള്ളതിനോട് ഞാനതിനെ പിന്തുണയ്ക്കുന്നില്ല. അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക. ഇൻഷുർഡ് ആയിരിക്കണം ആൾ, പക്ഷേ അത് നമ്മൾ പേ ചെയ്യുന്ന നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ടാക്സിൽ നിന്ന് അങ്ങനെ അത് നോക്കുന്നത് ആ ഒരു രീതി സസ്റ്റൈനബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വീഡൻ്റെ എക്കോണമിയിലുള്ള ഒരു വലിയൊരു ഷിഫ്റ്റ് എന്ന് പറയാവുന്നത് അവർ ഈ സ്വകാര്യ കമ്പനികളെ ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് അവർ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. സംഗതി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സർക്കാർ, കാരണം ഈ സ്കാൻഡിനേവിയൻ നേഷൻസിലൊക്കെ ഭയങ്കര ഇൻകം ടാക്സ് ആണ്, 48%, 51%, 55% അങ്ങനെയൊക്കെയുള്ള അത്രയധികം ഇൻകം. അതായത് നിങ്ങൾ 100 രൂപ സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ 50 രൂപയും വാങ്ങിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ആ 50 രൂപ വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ സംഗതികളും സർക്കാർ ലെവലിൽ ചെയ്യുന്നത്.
അതിനേക്കാളൊക്കെ അതൊരു സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും വധശ്രമം, ട്രംപിനെ തീർക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം? ട്രംപിനെതിരെയുള്ള രണ്ടാമത്തെ വധശ്രമം ഇന്നിപ്പോൾ ഫ്ലോറിഡയിൽ വെച്ച് ഒരു ഗോൾഫ് ക്ലബ്ബിൽ അദ്ദേഹം കളിക്കുന്ന സമയത്ത്, അദ്ദേഹം അവിടെ പങ്കെടുക്കാൻ വന്ന സമയത്താണ് അയാളെ കൊല്ലാൻ ശ്രമിച്ച ആൾ നിസ്സാര പുള്ളിയല്ല, ഒരു 55-കാരനാണ്. അയാൾക്ക് പൊളിറ്റിക്കൽ മിലിറ്ററി കണക്ഷൻസ് ഉള്ള ആളാണ്, അയാൾക്ക് ഒരു ചരിത്രമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വളരെ അപ്സെറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രംപിന് പുറകെ ഇങ്ങനെ ആൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ, now we have to doubt that there is a plan. If this be madness, there is a method in the madness എന്ന് ഷേക്സ്പിയർ പറഞ്ഞു. ഇത് വെറുതെ രണ്ട് സംഭവങ്ങൾ വെറുതെ ഒരാൾക്കെതിരെ ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു പ്ലാനാണ്. എങ്ങനെയും ട്രംപിനെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ കമല ഹാരിസും ജോ ബൈഡനും ഒക്കെ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ബൈഡൻ വളരെ ആശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിനെ എതിരെയുള്ള ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കൊന്നും പറ്റാത്തതിൽ. കമലയും വയലൻസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇറാൻ്റെ ഒരു ചെറിയൊരു ഇൻവോൾവ്മെൻറ്റ് അന്ന് പരക്കെ ചർച്ച ചെയ്തിരുന്നു. അതേപോലെ എന്തായാലും ട്രംപിൻ്റെ പുറകെ ആരോ ഉണ്ട് എന്ന്, അതൊരു കോൺസ്പിറസി തിയറി ആയിട്ടല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം റെക്കറൻസ് ഓഫ് ദ സെയിം അറ്റംപ്റ്റ്. ഒരുപക്ഷെ ഒരേ ഇലക്ഷൻ കാലഘട്ടത്തിൽ അടുപ്പിച്ച് 2 തവണ വധശ്രമം അല്ലെങ്കിൽ അതിനുള്ള അറ്റംപ്റ്റ് ഉണ്ടായി എന്നുള്ളത് വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു സ്ഥാനാർത്ഥി, ഏത് സ്ഥാനാർത്ഥിക്ക്, റിപ്പബ്ലിക്കൻ ആയിക്കോട്ടെ ഡെമോക്രാറ്റ് ആയിക്കോട്ടെ, ഞാനവിടെ പാർട്ടി വെച്ച് പറയല്ല. ഇറ്റ്സ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ്. അമേരിക്കൻ ഡെമോക്രസി ഇല്ല, അതൊരു ഡെമോക്രസി ലോകമെമ്പാടും സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കൻ ഡെമോക്രസിയിലെ അവിടുത്തെ പ്രസിഡൻഷ്യൽ ഇത്ര അടുത്ത്, സോ നിയർ. ആദ്യത്തത് നോക്കൂ, ഭയങ്കരമായ അടുത്തായിരുന്നു. അവിടെ ചെവി ഈ ഭാഗമാണ് പോയത് പുള്ളിയുടെ. അത് പുള്ളിയുടെ ഒന്ന് തിരിഞ്ഞ സ്ലൈഡിലേക്ക് നോക്കിയതുകൊണ്ട് മാത്രം ഇപ്പം ജീവനോടെ ഇരിക്കുകയാണ്. ട്രംപ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അതൊരു ജനാധിപത്യത്തിലൊരു വലിയ, ഇപ്പോൾ ഇന്ത്യയിലെ സമാനമായൊരു സംഗതി ഉണ്ടായി എന്നിരിക്കട്ടെ. ഇപ്പോൾ മോദി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ഇടയ്ക്ക് 2 തവണ സമാനമായ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എന്താ പറയുന്ന ഒരു കോൺസ്റ്റർനേഷൻ, ഒരു അങ്കലാപ്പ്, ഒരു ആശങ്ക, അതിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ ആണ് ശരിക്കും ഈ ട്രംപിൻ്റെ കാര്യത്തിൽ. സോ ഇറ്റ്സ് വെരി എന്താ പറയുന്നത്, വളരെ ആശങ്കാജനകമാണ്. വിശദാംശങ്ങൾ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നു. RC യുദ്ധ കമൻട്രികൾ കുറച്ച് കാണ്ഡം, അഖണ്ഡം, പഞ്ഞി പോലെയുള്ള വിഷയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാണ്ഡം, അഖണ്ഡം, പഞ്ഞി പോലെയുള്ള വിഷയങ്ങൾ ഞാൻ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണേ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഇന്നും ഞങ്ങളിപ്പോൾ ഒരു കുറേ സംഗതി ഡീൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഗുലറായിട്ട് കേസുകൾ വരുന്നുണ്ട്. പോലീസുകാർ ആക്ട് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ഇന്നലെയും മിനിയാന്നുമായിട്ട് ഈ ഓണാഘോഷ ക്ലബ്ബുകൾ ഒരു ദിവസമല്ല ഉള്ളൂ. ഇതാണ് ഇവരുടെ പ്രധാനമാണ്. ഒരു ദിവസമല്ല ഉള്ളൂ, 2 ദിവസമല്ല ഉള്ളൂ. ഇതെന്താണ് ഇതിന്? അതിൽ പറഞ്ഞോളെ കഴുത്തറുത്തിട്ട് ഒരു ഇതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഇതൊക്കെ സത്യത്തിൽ. എങ്ങനെയാണ് ഈ 1 ദിവസം 2 ദിവസം എന്നൊക്കെയുള്ള ഈ വെറും എന്താണ് പറയുന്നത്, ഉടായ്പ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു നിയമം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ പൊതുസ്ഥലത്തെ പുകവലിയുടെ കാര്യമാണ്. ഇത് നിരോധിക്കുകയും കുറ്റകരമാണെന്ന് പറഞ്ഞിട്ട് മലയാളി വളരെ പിന്നെ ഇത് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇതുപോലെ തന്നെ ഹെൽമറ്റ് ഉപയോഗം, സീറ്റ് ബെൽറ്റ് ഉപയോഗം, എത്ര ദശകങ്ങൾ നമ്മൾ പൊരുതി നിന്നു. നമ്മൾ മത്തങ്ങ ഒക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം, അത് ഹെൽമറ്റ് കമ്പനിക്കാർക്ക് വേണ്ടിയാണ്. മറ്റേത് സീറ്റ് ബെൽറ്റ് കമ്പനിക്കാർക്ക് വേണ്ടിയാണ്. ഇത് എന്ത് ആവശ്യമുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു നിയമം വരുവാണെങ്കിൽ നിയമം പാലിക്കില്ല, അതിനകത്തൊരു ഗൂഢാലോചന സിദ്ധാന്തവും ചിലപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തിന് വേണ്ടിയാണെന്ന് വേണമെങ്കിലും പറഞ്ഞോളി. അതേപോലെയാണ് ഈ 2 കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് പേർക്ക് വേണം എന്നുള്ള സംഗതിയാണ്. ഇത് ഓണമല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓണം എല്ലാവർക്കും ഇഷ്ടമാണ്, ഓണസദ്യ ഇഷ്ടമാണ്. നിങ്ങൾ ആചാരങ്ങളോ അതിൻ്റെ സ്പോർട്സോ ഒക്കെ വളരെ നല്ലതാണ്, നിങ്ങൾ ആഘോഷിക്കൂ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമില്ല. പക്ഷേ ഇതെന്തിനാണ്? ഇതിൻ്റെ വേറൊരു വഴി ഞാൻ പറയാം. ഈ കേരളത്തിൽ ഈ മൈക്രോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടീംസിനെ മുഴുവൻ
വളരെ കൃത്യമായിട്ട് ആ സൈഡിൽ നിന്നൊരു ഇത് വേണം. അതായത് ഒരിക്കലും നിങ്ങളുടെ കസ്റ്റഡിയിൽ, നിങ്ങളുടെ ശേഖരത്തിൽ ഒരു കോളാമ്പി ഉണ്ടാകാൻ പാടില്ല. എവിടെയെങ്കിലും ഒരു കോളാമ്പി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസുണ്ട്, അത് അവർ അറിയുന്നില്ല. പലരും ചെന്ന് വീണ് കൊടുക്കുകയാണ്. ക്ലബ് ആഘോഷത്തിനായാലും ഓണാഘോഷത്തിനായാലും പിന്നെ ആരാധനാലയങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഈ മൈക്ക് ഓപ്പറേറ്റേഴ്സിന് അറിയില്ല. നിങ്ങളിവിടെ ഈ മുല്ലവേൽ ക്ഷേത്രത്തിൻ്റെ അന്ന് നടന്ന ഒരു പ്രശ്നത്തിൽ തന്നെ ഇപ്പോൾ മൈക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു അഭിപ്രായം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? പുള്ളി ആ ഒരു വീഡിയോയിൽ, ആ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ നിയമപരിധിക്കുള്ളിലുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല, അത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിലാക്കണം, ഞങ്ങളെ വെറുതെ ഞങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കരുതെന്നാണ് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞത്. കാര്യം അവരുടെ സ്ട്രെസ് ഭയങ്കരമാണ്. അപ്പോൾ ഈ സാധനം ആരെങ്കിലും വീട്ടിൽ, അതായത് ഞങ്ങളിപ്പോൾ ആനക്കൊമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തിയ സിനിമാ നടൻ്റെ കേസെടുത്തു, അതേപോലെ തന്നെ ഒരു കോളാമ്പി അല്ലെങ്കിൽ ഒരു സൗണ്ട് ഹോൺ, ലൗഡ് സ്പീക്കർ ഹോൺ ഒരു മൈക്ക് സെറ്റുകാരൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ പുള്ളിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ പോരാ, കേസ് എടുക്കണം. അപ്പോൾ പുള്ളി ഉപേക്ഷിക്കും. പുള്ളി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വെച്ചിട്ടുള്ള കോളാമ്പികളാണ്. അതായത് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വെച്ചിരിക്കുന്ന കോളാമ്പി, സ്ഥിരമായി വെച്ചിരിക്കുന്ന കോളാമ്പി, അത് അഴിപ്പിക്കണമെന്നാണല്ലോ നിയമം. ഇത് ഈ ആരോഗ്യ വിദഗ്ധരും നിയമ വിദഗ്ധരും നമ്മുടെ നിയമനിർമ്മിതാക്കളും നമ്മുടെ കോടതികളും എല്ലാം ഇത് വേണമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന ജനങ്ങളെന്ന് പറയുന്ന നിയമത്തോട് പുല്ലുമില്ല, പരിഷ്കരണത്തോട് പുല്ലുമില്ല, പരിഷ്കരണത്തിന് പുല്ലുവില കൊടുക്കുന്ന ഒരു ജനതയാണ്. ഇത് പറയുന്നവർ അൺപോപ്പുലർ ആവും, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടും എന്നുള്ളത് കൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നു. എലഫന്റ് ഇൻ ദ റൂമാണ്, ഇത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഞാനിത് പറയുന്നില്ല, ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും പോസ്റ്റ് എഴുതുന്നൊരു കാര്യം ഞാൻ ഇത് പറയുന്നില്ല എന്നൊക്കെ താങ്കൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെയൊന്നും പറയരുത് ചേട്ടാ. അമൽ രാഘവൻ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ലിറ്റ്മസിൻ്റെ കാര്യത്തിൽ ലിറ്റ്മസിൽ നമ്മളിതിനൊരു സ്റ്റേറ്റ് വൈഡ് ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട്. അതായത് ഈ നിങ്ങൾ ശബ്ദശല്യം കാരണം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനൊരു ഡെസ്ക്, കുറേ പേര് അതിനകത്ത് ഇരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾ, പരിഹാര മാർഗ്ഗങ്ങൾ, ഒരു അവയർനെസ് ക്യാമ്പയിൻ, ഇത് വെച്ച് നിങ്ങളുടെ മിക്കവാറും പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യണം, ആളുകൾ പലർക്കറിയില്ല ഇത് എങ്ങനെ ഡീൽ ചെയ്യണം, എവിടെ വിളിക്കണം, തിരിച്ച് പോലീസുകാർ എന്ത് പറയും, പോലീസുകാർ അങ്ങനെ പറയുമ്പോൾ തിരിച്ചെന്ത് പറയണം. ഈ പോലീസുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. പോലീസുകാർ എപ്പോഴും അവർ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ദേ ഡോണ്ട് ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് അവരെ സംബന്ധിച്ച് പിന്നെ ഇത് ഈ സൗണ്ട് അത് കുറഞ്ഞു കിട്ടണം, അങ്ങനൊരു നിയമം നടപ്പിലാക്കണം എന്നുള്ള ഒരു ആവേശമൊന്നും അത് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല. പക്ഷേ അവരൊരു ലയബിലിറ്റി ആയതുകൊണ്ട്, അവരൊരു ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് അവർ വരും, അവർ ചെയ്യും. ആദ്യം കുറച്ച് വെക്കായിരിക്കും, എന്നിട്ട് പറയും കുറച്ചോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കുറയ്ക്കാനൊന്നും അല്ല നിങ്ങൾ വിളിക്കേണ്ടത്. ഇത് പാടില്ല, ഇതിൻ്റെ ഉപയോഗം പാടില്ല. ഇവർ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന സംഗതി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാവും. എങ്ങനെ? ഈ പൊതുസ്ഥലത്തെ പുകവലി അപ്രത്യക്ഷം ആയതുപോലെ, അല്ലെങ്കിൽ ഹെൽമറ്റും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും. ഭൂരിപക്ഷം ആളുകൾ, ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഒരു ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഒന്നും ധരിക്കാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഭൂരിപക്ഷത്തിനും അതൊക്കെ വേണം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അത് ഈവൻ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ. ഞാൻ ഈ ഹെൽമറ്റ് ഒരു മോട്ടോർ ബൈക്കിനകത്ത് 3-4 പേര് കയറി ഇരുന്നിട്ട് ഒരാൾ ഹെൽമറ്റ് ധരിക്കുക, ഇതൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇത് പലപ്പോഴും സ്കൂളുകളിലോ അല്ലെങ്കിൽ അതേ കണക്ക് കോളേജുകളിൽ പോലും ഇത് പറയാൻ ഒരു പിന്തുണ കിട്ടുന്നില്ല. അതാണ് പിന്തുണ മീൻസ് ഈ ഒരു കാര്യം അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളിലാണ് അധ്യാപകരും മറ്റുള്ളവരും പറയേണ്ടത്. എല്ലാ അധ്യാപകരും, അതായത് ഹിന്ദി പഠിപ്പിക്കുന്ന ആളായാലും തമിഴ് പഠിപ്പിക്കുന്ന ആളായാലും പറയേണ്ട ഒരു കാര്യമാണിത്. ഇപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞ കുറഞ്ഞു പോയെന്ന്, ഞാൻ പറഞ്ഞ് ഇത് നിർത്തടേ എന്ന് എൻ്റെയൊക്കെ പലരും പറയുന്നു. ഇത് ഇത്രേ ഉള്ളൂ ലോകം. Given that India's current relationship with the neighboring countries are not transparent or friendly, how will the situation impact India's future? അത് ഈ പ്രധാനമായിട്ട് ചൈന ഇന്ത്യ ആയിട്ടുള്ള ഒരു അലയൻസ് ആയിരിക്കും പലപ്പോഴും. ഈ നമ്മൾക്ക് ചുറ്റും കിടന്ന് മസിൽ ഫ്ലെക്സ് ചെയ്യുന്ന ഈ കൺട്രീസ് എല്ലാം തന്നെ അവർ ആക്ച്വലി ദേ ആർ ബെനിഫിറ്റിംഗ് ഹെവിലി ഫ്രം ഈ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കോമ്പറ്റീഷനും ഫ്രിക്ഷനിൽ നിന്നും ഇവർ ഈ ശരിക്കും ബെനിഫിറ്റഡ് ആണ്. അവർ ഇന്ത്യയെ കാണിച്ച് ചൈനയ്ക്കെതിരെയും ചൈനയെ കാണിച്ച് ഇന്ത്യക്കെതിരെയും അവർ
അവർ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള, മാലിഡീവ്സ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളൊക്കെ ഏഞ്ചൽസ് ആണെന്നും കരുതേണ്ട കാര്യമില്ല. അവർ വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആണ്, നമ്മളും എല്ലാവരും ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. അപ്പം ആ രീതിയിലൊക്കെ കണ്ടാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബെറ്റർ ചൈനയായിട്ടൊരു നല്ല ഡീൽ ഉണ്ടാക്കുന്നതായിരിക്കും. അതിൽ ചില സാധ്യതകളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയാൻ കഴിയില്ല. പ്രധാനമായിട്ട് ബംഗ്ലാദേശിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം, അവിടുത്തെ അമേരിക്കയുടെ സാന്നിധ്യം, അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ചൈനയായിട്ടൊരു നല്ല ഡീൽ എപ്പോൾ സാധ്യമാക്കുന്നു, അതിന് അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ചൈനയും ഇന്ത്യയായിട്ട് ഈ പറഞ്ഞോണം, എനിക്ക് തോന്നുന്ന പ്രശ്നം ചൈനയുടെയാണ്, ഇന്ത്യയുടെ അല്ല. ചൈനയ്ക്ക് ഇന്ത്യയെ ഒരിക്കലും ഇന്ത്യ കയറി വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, പല കാരണങ്ങൾ കൊണ്ട്. അതാണൊരു പ്രശ്നം. Is there any possibility that India might move towards a situation similar to Israel where alliances are scarce? ഒരിക്കലും ഉണ്ടാവില്ല. ഇന്ത്യയെ ചുറ്റും നിന്ന് ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്തായാലും നമ്മുടെ അയൽ രാജ്യങ്ങൾക്കില്ല. ഒന്ന് ബംഗ്ലാദേശാണ്, നേപ്പാൾ, മിലിറ്ററി ബേസ്, ഭൂട്ടാൻ, മാലിഡീവ്സ്, ശ്രീലങ്ക. ഇപ്പം മാത്രമല്ല, ഇന്ത്യ ഇസ്രയേൽ കണക്കല്ലല്ലോ. ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുരുത്ത് പോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. അവിടെയാണ് ഈ സാധനം എല്ലാം വന്ന് വീഴുന്നതും തിരിച്ചടിക്കുന്നതും എല്ലാം അവിടെ ജനങ്ങൾ പാർക്കുന്നതും എല്ലാം അതിനകത്തുള്ളിൽ കിടന്നുള്ള ഒരു 3-4 ജില്ല, കേരളത്തിൻ്റെ ഒരു 5 ജില്ല, അത്രേ ഉള്ളൂ ഇസ്രയേൽ. ബാക്കി അതിനകത്ത് തന്നെ എല്ലാം മരുഭൂമിയാണ് കൂടുതൽ, മനസ്സിലായി? നെഗവ് മരുഭൂമിയാണ്. മരുഭൂമി തന്നെ എൻ്റെ നല്ല സംഭവമാകാൻ പോകും. അവിടെ നിന്ന് ആളിൽ പാർപ്പ് വളരെ കുറവാണ്. അപ്പം ആ കുറഞ്ഞ സ്ഥലത്തുള്ള അത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ പല കാരണങ്ങളാൽ. പിന്നെ ശക്തരായിട്ടുള്ള ഇസ്രയേൽ സർപ്പയജ്ഞമാണ് നടത്തുന്നത്. ഒരു സർപ്പക്കൂട്ടിൽ കയറി കിടന്നിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു രാജ്യം. അത് അവർ ഇന്നലെ തുടങ്ങിയല്ല, അവർ തുടങ്ങിയിട്ട് ഇപ്പം 48 നോക്കിയിട്ട് കഴിഞ്ഞ 80 വർഷമായിട്ട് അവരിത് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ സക്സസ്ഫുൾ ഓൾസോ, അറ്റ്ലീസ്റ്റ് റീസണബിളി സക്സസ്ഫുൾ. സർ, ആൾ യഹോവ സാക്ഷീസ് 3-day കൺവെൻഷൻ തീർന്നു, ബോംബൊന്നും പൊട്ടിയില്ല, ഒരു 5500 സംതിങ് പീപ്പിൾ ഗ്യാതേർഡ്, ബോംബ് സ്ക്വാഡ്, ഡോഗ്, മെറ്റൽ ഡിറ്റക്ടർ, ഹൈ ലെവൽ ചെക്കിംഗ്, ഡ്രോൺ സർവൈലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് അഡ്ലക്സിൽ അല്ലേ? അഡ്ലക്സിലാണല്ലോ യഹോവ സാക്ഷികളുടെ മീറ്റ് നടന്നു പറഞ്ഞ. അത് ഇന്നലെ മനിയൊന്ന് നടന്നേ. 3-day കൺവെൻഷൻ നടന്നു, ബോംബൊന്നും പൊട്ടിയില്ല എന്ന് പറഞ്ഞൊരു മീറ്റ്. ബിനു വിൽസൺ എഴുതിയിരിക്കും. അവിടെ എല്ലാവരും കഴിഞ്ഞ വർഷം പൊട്ടിയത്. സർ, ആരിഫ് ഹുസൈൻ is conducting a quiz show today. Please send best wishes. Okay. Hi Ravi sir, how many UG degrees do you have and how did you achieve that? UG degree ഒന്നേ ഉള്ളൂ, English literature. And how was your Onam? Did you eat sadhya? Yes, പായസം കുടിച്ച് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പായസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ട് വരും, ആ സാധനം തന്നെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ്. ഞാൻ ഓണത്തിന് മുന്നേ തുടങ്ങിയതാണ് ഇത് പായസം കൂടി. പിന്നെ വേറെ ഒന്നുമില്ല. പണ്ടൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് ഭയങ്കര ആ ഒരു കാലഘട്ടത്തിന് നമുക്ക് പറ്റിയ ഇന്നത്തെ അവസ്ഥയിൽ ബേസിക്കലി വേറെ എന്തൊന്നുമില്ല. അന്ന് TV ഓണത്തിൻ്റെ ദിവസം, തിരുവോണത്തിൻ്റെ ദിവസമൊക്കെ TV സിനിമ വരുമായിരുന്നു. തിരുവോണ ദിവസ പരിപാടികൾ എന്നൊക്കെ പറയും, പുതിയ സിനിമയൊക്കെ ആയിരുന്നു. അതൊക്കെ അന്തക്കാലം. ഇന്നിപ്പോൾ ആരെങ്കിലും TV കാണാറുണ്ടോ? എനിക്കറിയില്ല. എന്താണ് അയർലൻഡിൻ്റെ പ്രതിശീർഷ വരുമാനം $85,000. ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിക്ക് സമാനമായ രീതിയിൽ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്ത് കുറെ കൂടി സമാധാനം ഉണ്ടാവില്ല. ഇല്ല, ഇപ്പം പ്രതിശീർഷ വരുമാനം കൂടുന്നു എന്ന് പറയുമ്പോൾ ആ കൺട്രിയുടെ വെൽബീയിങ് മാത്രമേ വരുന്നുള്ളൂ. പ്രധാനമായിട്ട് പ്രതിശീർഷ വരുമാനം വൻതോതിലുള്ള രാജ്യങ്ങളുണ്ട്, ബ്രൂണൈ, അങ്ങനെയൊക്കെയുള്ള സിംഗപ്പൂര്. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഈ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ മിലിറ്ററി ബേസിൽ ഒരു ഇൻഫ്ലുവൻസ് അത്ര ചെലുത്താൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്?
അമേരിക്കയ്ക്ക് പ്രതിശീർഷ വരുമാനം ഇവരെക്കാളൊക്കെ കുറവായിരിക്കും. ഇസ്രയേലിന് വേണ്ട $50,000 കൂടുതലുണ്ട് അവർ പ്രതിശീർഷ വരുമാനം. ഏഷ്യയിൽ തന്നെ 3-ാം സ്ഥാനത്തെ കണ്ടാണ് അവർ. ഇസ്രയേലിന് ഒരിക്കലും ലോക രാജ്യങ്ങളിലെ ലോക രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. കാരണം ഇസ്രയേലിൻ്റെ വലിപ്പം, ജനസംഖ്യ, അവരുടെ മിലിറ്ററി മൈറ്റ്, അവർ ഡിഫെൻഡ് ചെയ്യുന്നൊരു കൺട്രിയാണ്. മറ്റുള്ളവരെ ആക്രമണങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബച്ചാവോ കൺട്രിയാണ്. ബച്ചാവോ എന്ന് പറയുന്ന കൺട്രിയാണ് ഇസ്രയേൽ. അമേരിക്ക അങ്ങനെയല്ല. അമേരിക്ക എല്ലായിടത്തും ഇടപെടുന്ന കൺട്രിയാണ്. അവരെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൺട്രിയാണ്. കാരണം അതാണ് മിലിറ്ററി മൈറ്റ്, പൊളിറ്റിക്കൽ മൈറ്റ്, എക്കണോമിക് മൈറ്റ്, ഈ 3 കാര്യങ്ങൾ വരണം. ഇപ്പം പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചും ചൊല്ലി ബ്രിട്ടൻ അത് പണ്ടുണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയ ലോകക്രമത്തിൽ ബ്രിട്ടൻ ഒരു ചെറിയ രാജ്യമാണ് എന്നുള്ളത് അതൊരു വലിയൊരു സംഗതി തന്നെയാണ്. ആ ഒരു ചെറിയ രാജ്യത്തിന് പണ്ട് അവരുടെ മിലിറ്ററി മൈറ്റും അവരുടെ പല പല കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഉണ്ട്, ലോകം മുഴുവൻ അവർക്ക് നിലനിർത്താൻ കഴിയും. പക്ഷേ ഇന്ന് ബ്രിട്ടൻ താഴോട്ടേ പോവുള്ളൂ. ഇറ്റലി ആയാലും ഡച്ച്, പ്രധാനമായിട്ട് നെതർലൻഡ്സ്, അവരെവിടെല്ലാം ഉണ്ട്. ശ്രീലങ്ക ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു, എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവരെയൊക്കെ ഈ ഡച്ച് എന്ന് പറയുന്ന ആരാന്ന് പോലും ഇന്നത്തെ ആളുകൾക്ക് അറിയത്തില്ല. അവർ ഹോളണ്ട് എന്ന് പറയും, നെതർലൻഡ്സ് എന്ന് പറയും, അങ്ങനെയൊക്കെ അത്രയ്ക്ക് പോയി ആ രാജ്യങ്ങളൊക്കെ. ഫ്രാൻസിൻ്റെ കാര്യവും ഇതാണ്. അപ്പോൾ അവർക്ക് ഇനി പ്രതിശീർഷ വരുമാനം, ഫ്രാൻസ് ഒരു സാമാന്യം നല്ല എന്താ പറയുന്നത്, ഒരു 6 കോടി 7.5 കോടിക്ക് ഇടയ്ക്ക് ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഈ രണ്ട്. ഒരു കഴിഞ്ഞൊരു 10-20 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനും ഇംഗ്ലണ്ടും, UK-യും ഫ്രാൻസ്, പിന്നെ ജർമ്മനി, അവരെല്ലാം തന്നെ ഒരു 6-നും 8-നും 8.5 ആ ഒരു ലെവലിൽ നിൽക്കുന്നതാണ്. പക്ഷേ ജർമ്മനിയൊക്കെ അവരെ സൈനികമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവർ -2% സൈനിക ബഡ്ജറ്റുമായിട്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതാണ് ട്രംപ് പറയുന്നത്, നിങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ ഞങ്ങളാരാ, ഈ ഗൂർക്കയോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി അംബ്രല്ല ഞങ്ങൾ തരണം, അതിൻ്റെ കീഴിൽ നിങ്ങൾ വ്യവസായം ചെയ്ത് ട്രേഡ് ചെയ്ത് വളരും, ഞങ്ങളിങ്ങനെ സെക്യൂരിറ്റി അംബ്രല്ല തന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ 5 പൈസ തിരിച്ചും തരുന്നില്ല. ഇതാണ് ട്രംപ് പറയുന്നത്. ഇതാണ് അമേരിക്കയിൽ ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നത്. അത് ശരിയാണല്ലോ. യൂറോപ്പ് നിങ്ങളുടെ ഡിഫൻസ് ബഡ്ജറ്റ് മിനിമം ഒരു 2% ഓഫ് GDP ആക്കുമെന്നാണ് ട്രംപ് എപ്പോഴും പറയുന്നത്. 2% എന്ന് പറഞ്ഞാൽ വളരെ ബെയർ മിനിമമാണ് മൊത്തം GDP-യുടെ. അവർ സ്വന്തം സുരക്ഷിതത്വം സ്വയം സംരക്ഷിക്കണ്ടേ. അമേരിക്ക എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ബിഗ് ബോസ്, അല്ലെങ്കിൽ എന്താ പറയുന്ന ബിഗ് ബ്രദറാണോ ഇതെല്ലാം സംരക്ഷിക്കണം എന്നുള്ള ചോദ്യം. കാരണം അമേരിക്കയ്ക്ക് സ്ട്രക്ചറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് നേറ്റോ പോലെയുള്ള ഒരു വെള്ളാനെ അമേരിക്ക എന്തിനാണ് പോറ്റുന്നതെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അത് ട്രംപിൻ്റെ അഭിപ്രായമല്ല, അവിടുത്തെ കുറേ റിപ്പബ്ലിക്കൻസിൻ്റെ അഭിപ്രായം, കുറേ ജനങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രതിശീർഷ വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് കൂടുമെന്ന് പറഞ്ഞ ചോദ്യം എനിക്ക് കുറച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു അവിടെ തന്നെ ഉണ്ടല്ലോ, യൂറോപ്പിൽ തന്നെ ഉണ്ടല്ലോ ലക്സംബർഗ് പോലെയൊക്കെയുള്ള കുഞ്ഞു രാജ്യങ്ങൾ, അവരൊക്കെ പ്രതിശീർഷ വരുമാനം നിങ്ങൾ നോക്കും. കോടീശ്വരന്മാരുടെ മാൾട്ട, ഭയങ്കര സമ്പന്ന രാജ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രതിശീർഷ വരുമാനം നമ്പർ ഓഫ് പീപ്പിൾ ആണ് പ്രധാനമായിട്ട്. GDP 10 പേരെ ഉള്ളെങ്കിൽ ഭയങ്കര പ്രതിശീർഷ വരുമാനമായിരിക്കും. ഒരു ഇൻഡെക്സ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ പ്രതിശീർഷ വരുമാനം ഒരു ഇൻഡെക്സ് ആയിട്ട് എടുക്കാം എന്നേ ഉള്ളൂ. Now, what do you think of Rahul Gandhi's remark about Sikh in India? See, Rahul Gandhi, I don't think that he's a brilliant, smart guy. ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഒരു പൊളിറ്റീഷ്യൻ നിലയിൽ ഇന്ത്യക്ക് ഈ സാധനം കൊടുക്കാവുന്ന ഒരു നേതാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി കുറച്ചൊക്കെ കൂടുതൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ പുള്ളി അങ്ങ് വെറും എന്താ പറയുക കട്ട് ലൂസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. വേറെ എന്താണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ നേതാക്കളില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. BJPക്ക് എതിരായിട്ടും ഇവരെ ലീഡർ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ സംഗതികൾ ബേസിക്കലി പുള്ളി ഒരു ഫാമിലി ആണ്. അപ്പോൾ അതിൽ പറയാം ഫാമിലി മാൻ എന്നൊക്കെ പറയും, എല്ലാവരും പറയും. മികവ് കൊണ്ടോ ഇതുകൊണ്ടും വന്ന ആളല്ല, ലെഗസി കൊണ്ട് വന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ വളരെ കറക്റ്റാണ്. കാരണം ഗാന്ധി ഫാമിലി അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒരിക്കലും ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ബിക്കോസ് പുള്ളിക്ക് തന്നെ പുൾസ് ആൻഡ് പ്രഷേഴ്സ് ഇൻറ്റേർണലായിട്ട് പുള്ളി നോക്കുക.
ഫാമിലി തന്നെയാണ് കാര്യം എന്ന് വെച്ച് ഫാമിലി ആയതുകൊണ്ട്, ഗാന്ധി ഫാമിലി ജനിച്ചതുകൊണ്ട് പുള്ളിക്ക് രാഷ്ട്രീയം പാടില്ലെന്നോ പുള്ളിക്കൊന്നും കിട്ടരുതെന്നോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊരു കാര്യമാണ്, അത് കാണാനുണ്ട്. പുള്ളി ചുമ്മാതല്ല ഈ റിസർവേഷന് വേണ്ടിയൊക്കെ പുള്ളിയുടെ രാഷ്ട്രീയവും പുള്ളിയുടെ അവസ്ഥയും. പക്ഷെ പുള്ളി പറയുന്ന റിസർവേഷനിൽ ഒരു പ്രശ്നമുള്ളത്, ഈ ജനസംഖ്യാനുപാതികമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി പുള്ളി പറയുമ്പോൾ പിന്നെ പുള്ളി അവസാനം പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പുള്ളിക്ക് പറയാനേ അവസരമാണ്, ഹി വോണ്ട് ബി ദ ലീഡർ, ഹി വോണ്ട് ബി എ റൂളർ. ബിക്കോസ് പുള്ളിയുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കമ്മ്യൂണിറ്റി, സോ കോൾഡ് കമ്മ്യൂണിറ്റി അല്ലെ കാസ്റ്റ് അംഗീകരിക്കണം. എന്നാലും പുള്ളിയുടെ കാസ്റ്റ് അംഗീകരിച്ചാൽ ആ കാസ്റ്റിനെ ലീഡ് ചെയ്യാനേ പുള്ളിക്ക് പറ്റൂ. ഹി കനോട്ട് ലീഡ് ദ നേഷൻ ആസ് സച്ച്. ഇവരെന്താ കരുതുന്നത്, ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ കാസ്റ്റിനും ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തടിസ്ഥാനത്തിലായിരിക്കും ഇവർ ലീഡേഴ്സായിട്ടും റൂളേഴ്സായിട്ടും വരാൻ പോകുന്നത്? അപ്പം അവിടെ മെറിറ്റിനൊരു സാധനം ഉണ്ടെങ്കിലല്ല പറ്റുമോ, അല്ലെ സോക്കോളുടെ ഒരു ഓപ്പൺ കോട്ട ഉണ്ടെങ്കിലല്ല അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്നതിനൊരു എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ക്ലെയിം ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജാതി, ആ ജാതിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടേ അദ്ദേഹത്തിന് വരാൻ സാധിക്കൂ. അവരംഗീകരിക്കണം ഈ പുള്ളിയെ. എന്നാലും പുള്ളിക്ക് രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. കാര്യം ആ പുള്ളിയുടെ കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ മെജോറിറ്റി ആയിരിക്കണം. ഇതാണ് അതിനകത്തെ കേസ്. ഞാൻ പലയിടും പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് 6% കൂടുതൽ നല്ലത് ഇന്ത്യയുടെ കാര്യത്തിൽ. നമുക്കതിനെക്കുറിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഡെമോക്രാറ്റുകളാണ് നല്ലതെന്നാണ് അവിടെയുള്ള നമ്മുടെ ഇന്ത്യൻസ് ഒക്കെ കൂടുതലും പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കൾ നമ്മളെ എസൻസ് ഗ്ലോബൽ വ്യൂസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോർമലി പ്രിഫർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. അതാണ് ബിക്കോസ് ഓഫ് റീസൺ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ഇൻ്റർവെൻ ചെയ്യാത്ത രാജ്യം, ഇങ്ങനെയൊക്കെ ഉള്ളത് അവർ അത്ര ഒരു ഇതായിട്ട് എടുക്കുന്നില്ല. അപ്പം ഇന്ത്യക്ക് അതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ട്രംപ് വന്നാലും കമലാ ഹാരിസ് വന്നാലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവരുടെ പോളിസി. ഇപ്പോൾ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഡിബേറ്റിനകത്ത് ട്രംപ് പറഞ്ഞത് ഇവർ വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ നശിച്ചു പോകും, ഇസ്രയേൽ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞത്, അങ്ങനെയല്ല, ഞാൻ ഇസ്രയേലിനെ പൊന്നുപോലെ നോക്കും, ഡിഫൻസ്, പിന്നെ ഒരുപാട് പേര് മരിക്കുന്നു, അതൊക്കെയാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. പക്ഷെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്, അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രയേലിനെ കൈയൊഴിയാൻ കഴിയില്ല, നിലവിൽ കഴിയില്ല. ഇനിയിപ്പോൾ അവിടെ ഏത് രാജരാജ ചോളൻ പ്രസിഡന്റ് ആയാലും നിയർ ഫ്യൂച്ചറിൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ വിട്ടൊരു പറ്റില്ല. അതങ്ങനെയാണ്. അതിൻ്റെ ഓരോരോ ലൈൻസ്, സ്ട്രിങ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി പ്രിറ്റി ക്ലിയർ. നങ്ങേലി ഒരു കെട്ടുകഥയില്ലേ, ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്തതാണെങ്കിലോ, അതെ, നങ്ങേലി എന്ന് പറഞ്ഞാൽ ജാതിവാദികൾ ഈ അടുത്തിടെ പൊക്കിക്കൊണ്ടുവന്നൊരു പൊട്ടക്കഥ, അങ്ങനെ ഒരു സംഗതി, കഥയാണത്. അങ്ങനെ ഒരു ചരിത്ര സംഭവമില്ല, അതിനൊരു ചരിത്രപരമായിട്ടുള്ള സാധുതയില്ല. അതൊക്കെ ഓൾറെഡി ഡീബങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. എലോൺ മസ്കിനെ പോലുള്ളവർ കമലയെ നിശ്ചിതമായി വിമർശിക്കുന്നു, ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ അതോ ബിസിനസ് താല്പര്യമാണ്? രണ്ടും ആകാം. ഇപ്പോൾ സ്വിഫ്റ്റ് അവർ കമല ഹാരിസിന് അനുകൂലമായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ടുള്ള ഗായികയാണ്. അവർ ഒന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അങ്ങനെ സെലിബ്രിറ്റി സപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ എത്ര ശതമാനം വോട്ട് മറിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം ഞാൻ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, എവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അതൊരു വലിയ സംഗതിയായിട്ടല്ല. ഈവൻ ഡിബേറ്റുകൾ പോലും അമേരിക്കൻ്റെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന ഇൻവേഴ്സായിട്ടും പ്രൊപ്പോർഷണൽ, അതായത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇതിനെ ബാധിക്കുന്നതായിട്ട് മിക്സഡ് റിസൾട്ടാണ്. അപ്പോൾ ഒരു ഡിബേറ്റിൽ ഒരാൾ ജയിച്ചു, അത് ഒരു നോക്കൗട്ട് പഞ്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം. നോക്കൗട്ട് പഞ്ച് എന്ന് പറയുമ്പം അങ്ങനെ ഒരു പഞ്ചൊന്നും ഈ ഡിബേറ്റിൻ്റെ കാര്യം തന്നെ എങ്ങനെയാണ്, അവരവരെ വിഭാഗം ജയിച്ചു എന്ന് രണ്ട് പാർട്ടിക്കാരും പറയും. പിന്നെ ഓരോ പാർട്ടിയിലും ഒരു വിഭാഗം പറയും നമ്മുടെ സ്ഥാനാർത്ഥി അത്രയും ശരിയായില്ല, അങ്ങനെ പറയുന്ന ഒരു വിഭാഗം രണ്ട് പാർട്ടിയിലുണ്ട്. ഇതൊക്കെ സാധാരണമാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ട്രംപ് അങ്ങനെ ഒരു നല്ല ഡിബേറ്ററാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്, ആരോഗൻ്റ് ആണ്, അയാൾ കുറേ കള്ളം പറയാറുണ്ട്. പിന്നെ ഈ അടിച്ചിരുത്താനായിട്ടുള്ള രീതിയിൽ അത് പലപ്പോഴും
അത് നല്ലൊരു ശൈലിയല്ല അത്. അതൊരു കുറച്ച് പുറത്തു നിൽക്കുന്ന രീതിയിലുള്ള സംസാരമാണ് പലപ്പോഴും. പിന്നെ ഒരു ഇമാജിനേറ്റീവ് ലീഡറൊന്നുമല്ല. ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് ഫോർ ബോർഡർ സെക്യൂരിറ്റി, അത് അപ്പുറത്തും അങ്ങനെ തന്നെയാണ്. കമലാ ഹാരിസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു മികവുള്ള ഒരു കാൻഡിഡേറ്റാണ്, അല്ലെങ്കിൽ കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് അവർ പ്രസംഗം കേട്ടാൽ എന്തായാലും തോന്നില്ല. ഓർഡിനറിയാണ്. രണ്ട് ലീഡേഴ്സും ആ രീതിയിൽ. ഇപ്പോൾ ഒബാമയുടെ കണക്കൊരു കരിഷ്മ, അല്ലെങ്കിൽ ഒബാമയൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലിൻ്റൺ, ഈവൻ ജോർജ് ബുഷ് പോലും ജൂനിയർ പോലും രണ്ടുപേരെക്കാളും മികച്ച കമ്മ്യൂണിക്കേറ്ററാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ചൈനയ്ക്ക് റഷ്യയേക്കാൾ സൈനിക ശക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായും റഷ്യ കുറച്ചായി ചൈനയുടെ സഹായം തേടുന്നുണ്ട്. എന്തുകൊണ്ട്? 2 ISISന്റെ ഉത്ബോധനം അമേരിക്കയുടെ 2 ISIS എന്താണ്? താങ്കളുടെ ആദ്യ ചോദ്യം വളരെ വ്യക്തമാണ്. ചൈന ഓൾറെഡി റഷ്യയേക്കാൾ വലിയ സൈനിക ശക്തിയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ചൈനയുടെ റഷ്യയുടെ പ്രശ്നം സൈനിക കാര്യത്തിൽ വളരെ റഷ്യ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന രാജ്യമാണ്. ചൈന യുദ്ധം ചെയ്യുന്നില്ല. ചൈന യുദ്ധം ചെയ്യുമ്പോൾ അറിയാം ചൈനയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്. ഇപ്പോൾ ഗാൽവാൻ താഴ്വരയിലെ ഇന്ത്യൻ സൈനികരും ചൈനീസ് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടിയതിനെക്കുറിച്ച് കോവിഡ് കാലഘട്ടത്തിൽ റിപ്പോർട്ട് വന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ ഈ റഷ്യൻ മാധ്യമങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതനുസരിച്ച് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് വന്നതെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ 20 കോഫിൻസ് ഇവിടെ വന്നായിരുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചൈനയ്ക്ക് ആളിന് നഷ്ടം ഉണ്ടായെന്നാണ് പറയുന്നത്. അത് റഷ്യയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. റഷ്യൻ എനിക്കൊന്ന് പ്രാവതയുടെ അല്ലാതെ ടാസിൻ്റെ ആണ്, അത് നമ്മളത് ചർച്ച ചെയ്ത കേസാണ്. അപ്പം ടെസ്റ്റഡ് അല്ല ചൈനീസ് ആർമി. ചൈനയുടെ ഇപ്പോൾ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും എല്ലാം അവരുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ടെസ്റ്റഡ് അല്ല, അവർ റിയൽ ടൈം സിറ്റുവേഷനിൽ അവർ പ്രൂവ് ചെയ്ത ഒരു ആർമി അല്ല എന്നുള്ളതാണ് ചൈനയ്ക്ക് ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം. അതർവൈസ് ദ ഷേപ്പ് ആൻഡ് സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഇപ്പം തന്നെ ഓൾറെഡി നമ്പർ 2 ആണ് എല്ലാ കാര്യത്തിലും റഷ്യയേക്കാൾ. is pretty much sure that they are not getting treated as equal in Israel. ലെബനൻ ഇസ്രായേൽ പിടിച്ചെടുക്കുക. ഇസ്രായേൽ ഒരിക്കലും ലെബനൻ പിടിച്ചെടുക്കില്ല. 24 ഇയേഴ്സിന് മുന്നേ ലെബനൻ വിട്ടുകൊടുത്താണ് ഇസ്രായേൽ. പക്ഷേ അവർ കരയുദ്ധത്തിനായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. കാര്യം IDF ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് IDF അതിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു, ടാങ്ക് കയറണം എന്ന് തന്നെ അവർ പറയുന്നത്. പക്ഷേ ഗാലന്റ് പറയുന്നത്, അവരുടെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ഗാലന്റ് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ട്. വീണ്ടും നെതന്യാഹുവും ഗാലന്റുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് അത് വരുമെന്നൊക്കെ ഇസ്രേലി മീഡിയയിൽ ടോക്കുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഗാലന്റ് പറയുന്നത് കൊണ്ട് ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തീരുമാനം. നമ്മൾ വെറുതെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നോണമല്ലല്ലോ, ഒരു രാജ്യത്തെ മുഴുവൻ ഒരു അതിലൊരു എസ് ഓർ നോ പറയേണ്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ സ്ട്രെസ് മുഴുവൻ നെതന്യാഹു പേസ് മേക്കറും ഘടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നലെ നെതന്യാഹുവിൻ്റെ 1970 നെതന്യാഹു സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ട്. അന്ന് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നും അതേപോലെ ബാധകമാണ്. എന്താണ് ഈ പാലസ്തീൻ സ്ട്രഗിള് ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്നത്, പിന്നെ യാസർ അറാഫത്തിൻ്റെ കാര്യമാണെങ്കിലും PLOയുടെ കാര്യമാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ്, അതെല്ലാം തന്നെ ഇന്നും ഇത് തന്നെ, യാതൊരു വ്യത്യാസമില്ല. ലെബനൻ പിടിച്ചെടുക്കുക, ഒരിടത്ത് പിടിച്ചെടുക്കാൻ എന്തായാലും ഇപ്പം ഗോലാൻ ഹൈറ്റ്സും ഒക്കെ അതുവരെ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ഗാസ പോലും ഒക്കുപ്പൈ ചെയ്ത് ഭരിക്കുക എന്നുള്ള ഒരു സംഗതി ഇസ്രായേലിൻ്റെ സിലബസിലില്ല. പക്ഷേ അവരെ ഒക്കുപ്പൈ ചെയ്തിട്ട് അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ട് അവർ വരുള്ളൂ. Hi sir, are you pro-Israel or pro-Palestine? Why are you more people supportive of Palestine based on sheer ads and mainly propaganda for Palestine? Also, how do we identify propaganda? See, propaganda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ താങ്കൾ ഞാൻ pro-Israel ആണെന്ന് ചോദിച്ചാൽ pro-Palestine, ഞാൻ pro-Israelോ pro-Palestine അല്ല. പക്ഷെ അവിടെ നടന്നിരിക്കുന്ന എന്താണ് എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള October 7 ഒരു രാജ്യത്തേക്ക് അധിനിവേശം നടത്തുന്നു, ക്രിമിനൽ സംഘങ്ങൾ, ടെററിസ്റ്റുകൾ 1200 വരെ കൊല്ലുന്നു, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നു, മുടിക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരെ തന്നെ 250 പരം ആളുകളെ ഹോസ്റ്റേഴ്സ് ആക്കുന്നു. ഇതൊരു അനീതിയാണ്. ഇതിന് ലോകത്ത് അനീതിയാണല്ലോ. ഇപ്പോൾ അതിന് മുന്നേ ഉള്ളതും പിന്നെ ഉള്ളതും ഇവിടെ ആ ഒരൊറ്റ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതൊരു ഹെയിനസ് ആയിട്ടുള്ള ആക്ഷൻ ആണല്ലോ.
അപ്പോൾ അതിന് മുന്നേ എന്താണ് ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത്? ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് വിടുക. അത് ശരിയാണോ? ഇസ്രയേലിലെ ജനങ്ങൾ ചിലപ്പം ഇവർ എങ്ങോട്ടാണ് വിടുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. എയിംലെസ് ആയിട്ട് ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് റോക്കറ്റുകൾ വാരി വിതറുകയാണ്. ഇത് രണ്ടുമാണ് ഹമാസ് ചെയ്തത്. അവർ റോക്കറ്റുകൾ വിട്ടുകൊണ്ടിരുന്നത്, ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്രയേലിൻ്റെ മിടുക്കുകൊണ്ടും ഇസ്രയേൽ കോടിക്കണക്കിന് ഡോളർ ചിലവിട്ടുണ്ടാക്കിയ ആൻറ്റി മിസൈൽ സിസ്റ്റം ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ അവർക്കൊരു യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അവർ സുരക്ഷയ്ക്ക് ചിലവ് ചെയ്താണ് അവർ രക്ഷപ്പെട്ടുകൊണ്ട് യുദ്ധം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേൽ. അതനുസരിച്ച് കൂടുതൽ അപ്പോൾ എന്താണ് ശരിക്കും ലോകം മുഴുവൻ എവരോട് പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഈ റോക്കറ്റുകൾ വിടുന്നത്? ഇസ്രയേൽ തിരിച്ചടിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ നിങ്ങളുടെ ജനങ്ങൾക്കല്ലേ കുഴപ്പം വരുന്നത്? അവർക്കല്ലേ നഷ്ടം ഉണ്ടാകുന്നത്? അവരുടെ ജീവനല്ലേ പോകുന്നത് എന്ന് ലോകം പറയുന്നില്ലല്ലോ. ഇതാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന അനീതി. ഇപ്പോൾ ഹൂതീസ് അവരുടെ സമുദ്രതീരത്തിനോടനുബന്ധിച്ച് പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുന്നു. എന്താണ് അവർക്ക് അതിനുള്ള റൈറ്റ്? അങ്ങനെ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യാതിർത്തിയോട് അടുപ്പിച്ച കടലിലൂടെ പോകുന്ന വാഹനങ്ങളും പിന്നെ ഷിപ്പുകളും ഒക്കെ ആക്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? ഇതിനൊരു മര്യാദ വേണ്ടേ? ഇതിന് വേറെ ഇസ്രയേലിനോടുള്ള ഇത് തീർക്കാനായിട്ട് ഇതിലേ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുക. അപ്പോൾ ഇതിനെയൊന്നും ഇതിപ്പോൾ എന്താ പറഞ്ഞത്? നോൺ സ്റ്റാറ്റ് ആക്ടേഴ്സ് വിത്ത് വെപ്പൺസ്. ഇതാണ് വലിയ പ്രശ്നം. സ്റ്റേറ്റ്, ഇപ്പോൾ ഇറാൻ പോലൊരു സ്റ്റേറ്റ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ വെപ്പൺസ് കൈമാറുകയാണ്. അവർ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അതോറിറ്റി അവരുടെ രാജ്യങ്ങളിലെ ഒരു ക്യാൻസർ പോലെ നിൽക്കും. അപ്പോൾ ലെബനൻ്റെ ക്യാൻസറാണ് ഹിസ്ബുള്ള, യമൻ്റെ ക്യാൻസറാണ് ഹൂത്തീസ്, ഗാസയിലെ ക്യാൻസറാണ് ഹമാസ്. അവരത് പിടിച്ചെടുത്തിരിക്കുകയാണ്. അവർ വൈറസ് പോലെയാണ്. അവർ ആ രാജ്യം മുഴുവൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. മിലിറ്റൻ്റ് ആയിട്ടുള്ള അവർ ഇതർ ഗവൺമെൻറ് ആണ് ഓർ ദേ ആർ ഇൻ എ വെരി പവർഫുൾ പൊസിഷൻ, ദേ ഹാവ് ഓൾ ദ വെപ്പൺസ്. അപ്പോൾ ഇതാണൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ എവിടെയാണ് നീതി, ഏതാണ് ശരിയെന്ന് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ആൻറ്റി ഹമാസ് സ്റ്റാൻഡ് തന്നെയാണ്. ഹമാസ് ചെയ്യുന്ന രണ്ട് തെറ്റുകൾ: ഒന്ന്, ഹമാസ് അറ്റാക്ക് ചെയ്യുന്നു, ദേ ആർ നോട്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ മൊറാലിറ്റിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. പക്ഷെ അവർ ഡിഫെൻഡ് ചെയ്യുന്നില്ല. they only defend themselves, they don't defend their people, they don't defend their borders. പിന്നെ അവർ ഡിഫെൻസിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊന്ന് ഈ പറയുന്ന ബന്ദികളാണ്. അപ്പം തിരിച്ച് ഇസ്രയേൽ എന്താ ചെയ്യേണ്ടത്? ഇസ്രയേലിന് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. ഇസ്രയേലിന് യു ആർ ഡ്രാഗ്ഡ് ഇൻ ടു എ വാർ, സോ യു ഹാവ് ടു വേജ് വാർ. ഇറ്റ്സ് നോ അതർ വേ. ഇതാണ് അതിൻ്റെ പ്രൊപ്പഗാൻഡ. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ഓർക്കസ്ട്രേറ്റഡ് ബൈ റിലീജിയനാണ്, റിലീജിയസ് ഫോഴ്സസ് ആണ്. അത് വളരെ വ്യക്തമാണ്. അത് പറയുന്നതാണല്ലോ നമ്മൾ, അതൊരു സത്യപ്രസ്താവനയാണ്. ഇതിൻ്റെ പിന്നിൽ മതം തന്നെയാണ്. ഭൂമിയുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഭൂമിയിലെ ജീവൻ കാരണമായ ഒരു ഏലിയൻ ഗ്രഹം ആയിക്കൂടെ? ഭൂമിയുടെ തൊട്ടടുത്ത് ഏലിയൻ ഗ്രഹം നോ നമുക്കങ്ങനെ ഒരു ഇതില്ല. ഇതുവരെ യാതൊരു തെളിവുമില്ല. സാധ്യതയും വളരെ 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 കുറവാണ്. സാർ, ഇന്ത്യ 5th ലാർജസ്റ്റ് എക്കോണമി എന്നൊക്കെ പറയുന്ന ചുമ്മാതല്ലേ? ഫ്രാൻസ്, UK അവർക്കൊക്കെ പോപ്പുലേഷൻ 7 crore താഴെയാണ്. എന്നിട്ടും അവരുടെയൊക്കെ എക്കോണമി 3.7 trillion ആണ്. 5th ലാർജസ്റ്റ് എക്കോണമി ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ന്യൂമറിക്കലി കറക്റ്റാണ്. ഇൻ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ 5th ലാർജസ്റ്റ് എക്കോണമി ഡിവൈഡഡ് ബൈ 140 crore അതായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 140 crore വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് 6 കോടി 7 കോടി വെച്ചാണ്. 144, അതായത് 141 142 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് 6, 7 ഒക്കെ വെച്ച് 8 ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂടി നിൽക്കും. പിന്നെ ഇന്ത്യ 5th ലാർജസ്റ്റ് എക്കോണമി ആണെന്ന് ചോദിച്ചാൽ ആണ്, ചുമ്മാതല്ല, ആണ്. പക്ഷേ ഇത്രയും ജനങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കടലിൽ കായം കലക്കുക എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് അവരെ അത്ര എത്തണമെങ്കിൽ, ജനങ്ങളുടെ സന്തോഷം, അവരുടെ ഒരു സംതൃപ്തിയൊക്കെ എത്തണമെങ്കിൽ ഇന്ത്യ ഒരു 20 trillion 25 trillion ഒക്കെയുള്ള എക്കോണമി ആയെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ. 25 trillion എങ്കിലും ആവണം മിനിമം. എങ്കിലേ ഈ പറയുന്ന UK, ഫ്രാൻസ് ലെവലിലേക്ക് ജീവിത സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കും. അതൊക്കെ ഭയങ്കര ഇന്ത്യ എക്കാലത്തൊന്നും ഞാനിപ്പോഴും പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു സ്ട്രഗ്ലിംഗ് നേഷൻ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദ മാസീവ് പോപ്പുലേഷൻ, ബിക്കോസ് ഓഫ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട്, പിന്നെ റിലീജിയൻ എന്ന് പറയുന്നൊരു സാധനം, അയ്യോ, എല്ലാത്തരം അളിഞ്ഞ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഭയങ്കര സങ്കടമാണ്.
വഴിയെ പോയ വയ്യാവലി ഏണി വെച്ച് പിടിക്കുന്ന ഹിസ്ബുള്ളയും ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ യമൻ കത്തിക്കും, നാളെ പറയുക മിക്കവാറും മത്തങ്ങ വാങ്ങേണ്ടി വരും. മുഹമ്മദിൻ്റെ പുതിയ കത്തിക്ക് ഇന്ന് രാത്രിയിൽ യമനിൽ വെയിറ്റ് ആൻഡ് സീ. It is too difficult for Israel to demolish all the attacks considering their military strength, or are they underestimating their enemies, or are their military strength overhyped? ആദ്യത്തെ രണ്ടും കറക്റ്റാണ്. അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് ഓവർ ഹൈപ്പ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓവർ ഹൈപ്ഡ് ഒന്നുമല്ല. ദേ ആർ എ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആൻഡ് അവരനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ പറയുന്നൊന്നും ദേ കനോട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൊസാദിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. മൊസാദിന് എന്തെല്ലാം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, മൊസാദിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ വിജയങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ചാര ഏജൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആർക്കും 100% മാർക്ക് കിട്ടുന്നില്ല. 70, 60, 55 മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് മൊസാദ് ബെറ്റർ. ഇസ്രായേലിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചും അവരുടെ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റ് രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദേ ആർ ബെറ്റർ, ഫാർ ബെറ്റർ, അത് യാതൊരു ഡൗട്ടും ഇല്ല. അല്ലാതെ അവർ ഇൻവിൻസിബിളാണ്. ഇനി ഇസ്രായേലിനൊരു പ്രത്യേകത ഉള്ളത്, അവർക്കൊരു യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധിക്കില്ല. പരാജയപ്പെടുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അവസാനത്തെ യുദ്ധമായിരിക്കും. സോ ദേ കനോട്ട്. അതാണ് ഒക്ടോബർ 7 മുമ്പ് ഇങ്ങനെ ഇസ്രായേലിന് മേൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവരിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ഹമാസ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു റോക്കറ്റുകൾ. അവർ അയൺ ഡോം വെച്ച് തടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യുദ്ധം ഒഴിവായി പോവുകയായിരുന്നു. ഒന്നാലോചിച്ചു എങ്ങനെ അടിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോടാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വിടുന്നു. അപ്പോഴും ആരും ഹമാസിലല്ല തെറ്റ് കണ്ടത്. ഇസ്രായേൽ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് ബോംബിടുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ. ബിക്കോസ് ദേ ആർ ന്യൂമറിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റിലീജിയൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇരുന്ന് ഈ ഉമ്മത്തിന് വേണ്ടിയുള്ള കരച്ചിൽ, മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ, സ്വന്തം മതത്തിൽപ്പെട്ടവനെ മാത്രം മനുഷ്യനായിട്ടും സുഹൃത്തായിട്ടും അവൻ്റെ ജീവനെ മാത്രം വിലമതിക്കുന്ന ഒരു പ്രത്യേകരമായ വെറിയാണ്. അതാണ് ഇതിൻ്റെ കാരണം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കട്ടനാസ്യനായി പോകും, മാറിയിട്ട് വായിൽ ഓ മൈ ഗോഡ് പോണില്ല. ഇത് പോകാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ സാർ? ഓ മൈ ഗോഡ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് നിങ്ങൾ തന്നെ ബോധപൂർവം തന്നെ പോകേണ്ടതാണ്. ഇനി പോയില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. ഇപ്പം നമ്മളെ ഭാഷാപരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു പോകും. ഇപ്പോൾ ചിലർ പറയും അതൊക്കെ വെറും ഈ പറഞ്ഞോണം ഡ്രൈ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ്. ഇപ്പോൾ അയ്യോ എന്ന് വിളിക്കുന്നത് എന്താണ്? അയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവാണ്, അല്ലെങ്കിൽ ബുദ്ധനാണ്, ബുദ്ധനെ സഹായത്തിന് വിളിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യം ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. ഭഗവാൻ ഉണ്ടായിട്ടല്ലേ ഭാഗ്യം ഉണ്ടായത്. ഇതൊക്കെ ഭാഷാപരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്, നമ്മളോരോ ശീലങ്ങളാണ്, വഴക്കങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഓ മൈ ഗോഡ് എന്ന് വന്നു പോയി എന്നുകൊണ്ട് ഗോഡ് ഉണ്ടാവുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും നാശം ഉണ്ടാവുകയോ, നിങ്ങൾ ആ ഒരു വഴക്കം, ഒരു ശീലം ആദ്യഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ് ആക്ച്വലി. അയ്യോ എന്ന് വിളിച്ചാൽ അയ്യോ ഉണ്ടാവണമെന്നുണ്ട്. അമ്മയെന്ന് വിളിച്ചാൽ അമ്മ വന്ന് സഹായിക്കും. അമ്മയെന്ന് ഇപ്പോഴും വിളിക്കാറുണ്ടല്ലോ. എൻ്റെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ? അയ്യോ എൻ്റെ അമ്മയെ എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. കട്ടയത്തീസ്റ്റുകളെല്ലാം അല്ലേ, അവനെപ്പോഴും അമ്മയെ അമ്മച്ചിയെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അമ്മ ഒന്ന് സഹായിക്കുമെന്നോ അമ്മ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഓരോരോ ശീലങ്ങൾ വെച്ച് നമ്മളിങ്ങനെ. പിന്നെ അതുപോലെ തന്നെ സ്ലാങ്ങുകളൊന്നും പോവില്ല. എത്ര വലിയ അക്കാഡമിക് ബ്രില്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്ലാങ്ങുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് തെറ്റാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഈ പല അക്ഷരങ്ങളുടെ ഉച്ചാരണം തന്നെ എനിക്കിപ്പോഴും കറക്റ്റല്ല. ഭ എന്ന് പറയുന്നത് എനിക്ക് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ വെക്കൂ. കൊല്ലത്തിങ്ങളെല്ലാം വന്നാൽ ഫ എന്നായിരിക്കും കേൾക്കുന്നത്. അവരാരും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞാലും നിങ്ങളത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. മനസ്സിലായേ? അപ്പോൾ ചില വാക്കുകളുടെ ഉച്ചാരണം, ചില അക്ഷരങ്ങളുടെ ഉച്ചാരണം, ചില വാക്കുകൾ വളരെ കഴമ്പില്ലാത്ത വാക്കുകൾ. ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മളിപ്പോഴും ഉപയോഗിക്കും. ഇല്ല ചെറുക്കൻ എവിടെ പോയി എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥം. ഇല്ല ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ എന്നുള്ളതാണ്. നമ്മളങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴും. ഇനിയിപ്പോൾ എത്ര ഡിഗ്രി എടുത്താലും പെഡിഗ്രി എടുത്താലും ഈ സാധനമൊക്കെ നിലനിൽക്കും. അതുകൊണ്ട് എന്താണ് അത് ശരിയാണെന്നുള്ള വാദമാണോ? അല്ല, അതങ്ങനെ വഴക്കങ്ങളും ശീലങ്ങളുമാണ് ഉണ്ണി.
ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? നിങ്ങളെല്ലാം പായസം അടിച്ച് കിൻഡായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്. കറക്റ്റ് സർവ ജിദ്ദു കൃഷ്ണമത്തെക്കുറിച്ച് അഭിപ്രായം പറയുക. ഏലിസൈൻ മാളത്തിൽ തന്നെ ജീവിക്കും. സാറേ ദൈവത്തിലേക്ക് മടങ്ങാം. മരിച്ച് ദൈവം കുത്തിപ്പൊക്ക് വന്ന എതിരേഖയിലാണ് യൂണിവേഴ്സ് ലൈവ് ചെയ്യാമോ? യെസ്, ഓക്കെ, അതൊക്കെ എനിക്ക് സാറ് ചുരുക്കം പറഞ്ഞാൽ ഷേവ് യമൻ വരാൻ ചാൻസ് ഉണ്ടല്ലേ? ഷേവ് യമൻ ഒന്നും വരാൻ സാധ്യതയില്ല. അവർ എല്ലാം നോക്കൂ. ഷേവ് ഹമാസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷേവ് പാലസ്തീൻ എന്നാണ് പറയുന്നതെങ്കിൽ ഷേവ് ഹമാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സോറി, ഷേവ് അല്ല, സേവ് യമൻ വരാൻ സാധ്യതയില്ല. സേവ് ഹിസ്ബുള്ള കേരളമാണല്ലോ ഇതിൻ്റെ എല്ലാം തലസ്ഥാനം. കേരളത്തിൽ വരാൻ സാധ്യതയില്ല, ഷിയ ആയതുകൊണ്ട്. ഇറാനെയൊക്കെ വെച്ച് ഓരോരുത്തർ അനത്തുന്നുണ്ടല്ലേ ഇവിടുത്തെ സുന്നി സമാധാന പ്രിയരൊക്കെ. ഇറാനെ അമാരെ കൂടെ കൊള്ളത്തില്ലെന്നേ. എന്നാ വെച്ചാൽ അമാർക്ക് എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ അപ്പോഴേ അമാരെ അടിച്ചേക്കും. ജീവിക്കുക എന്നാണല്ലോ നമ്മുടെ പരമമായ ലക്ഷ്യം. എന്നാൽ എസൻസ് വേദികളെ സേഫ്റ്റിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നുന്നു. താങ്കളുടെ കണ്ണൂരിലുള്ള ഒരു പ്രോഗ്രാം പങ്കെടുക്കാനുള്ള അവസരം തിരക്ക് കൂടിയപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന വഴികളെല്ലാം കസേരകൾ കൊണ്ട് നിറയ്ക്കേണ്ടി വന്നു. എക്സിറ്റ് പാതകളെല്ലാം അടക്കപ്പെട്ടു. നമ്മൾ ഒരു മാതൃക സെറ്റ് ചെയ്യേണ്ടേ? ഒരു സേഫ്റ്റി എക്സ്പേർട്ട് ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ ഗൈഡ് ചെയ്യേണ്ടതല്ലേ? യെസ്, ഇതൊക്കെ വളരെ ശരിയായ വാദമാണ്. യെസ്, എസൻസ് ടേക്കു. നോർത്ത് കൊറിയ BJPക്ക് മോഡിയല്ല, മറ്റൊരു നേതാവില്ല. താങ്കൾ രാഹുൽ ഗാന്ധി വിരോധിയാണെന്നല്ലേ? രാഹുൽ ഗാന്ധിയോട് വിരോധം? രാഹുൽ ഗാന്ധിയോട് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ പ്രായമുള്ള ആളാണ്. സോ എനിക്കങ്ങനെ ഒരാളോട് വിരോധം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല കേട്ടോ. നിങ്ങൾ പിന്നെ ഞാൻ രാഹുൽ ഗാന്ധി വിരോധിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല. എന്നാൽ അങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളത് സ്വീകരിക്കണമെന്ന് എനിക്ക് യാതൊരു ഇതില്ല. എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെയോ ഒരു ഗുഡ് ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോണസിനോ താല്പര്യമില്ല. ഞാൻ പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി ഞാൻ രാഹുൽ ഗാന്ധി വിരോധി അല്ലെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും കരുതണ്ട. നിങ്ങൾ വിരോധിയാണെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സത്യം അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ. വെറുക്കപ്പെടാനും ഒരു ഗുണം വേണ്ടി അത് രാഹുൽ ഗാന്ധിക്കുണ്ടോ? ഓക്കെ, ഇന്ന് എന്തായാലും നിർത്താം. നമുക്ക് അടുത്ത ദിവസം ബുധനാഴ്ച വീണ്ടും കാണാം. എല്ലാവരും അതുകൊണ്ട് വീണ്ടും പായസമൊക്കെ അടിച്ച് മത്തടിച്ച് കിടക്കും.